പ്രിയപ്പെട്ട സഖാക്കളെ, പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. EMSൻ്റെ സ്മരണയെ മുൻനിർത്തി എല്ലാ വർഷവും ഇവിടെ നടന്നു പോരുന്ന EMS സ്മൃതിയിൽ സംബന്ധിക്കാൻ കഴിയുന്നത് എന്നെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായ കാര്യമാണ്. ഇതിനു മുമ്പും നിരവധി തവണ പല വിഷയങ്ങളെ മുൻനിർത്തിയുള്ള ചർച്ചകളിൽ ഈ സ്മൃതിയിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട്. ഇത്തവണയും ഈ സ്മൃതിയുടെ സമാപന സമ്മേളനം എന്ന നിലയ്ക്ക് ഒരുപക്ഷെ ഇന്ന് കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രമേയത്തെ മുൻനിർത്തിയുള്ള ആലോചനയാണ് ഇടതുപക്ഷവും മതനിരപേക്ഷ കേരളവും എന്ന വിഷയത്തിലുള്ളത്. ആ വിഷയത്തെ മുൻനിർത്തി ചില ആശയങ്ങൾ നിങ്ങളുടെ പൊതുവായ പരിഗണനയ്ക്ക് അവതരിപ്പിക്കാം. സഖാവ് ബിനോയ് വിശ്വവും സഖാവ് രാജീവും വൈകാതെ എത്തിച്ചേരും. അതുകൊണ്ട് അതിദീർഘമായ ഒരു സംഭാഷണത്തിന് മുതിരാതെ സമയക്രമത്തിനുള്ളിൽ ഇതിൻ്റെ ഒരു അടിസ്ഥാന രൂപരേഖ മാത്രം അവതരിപ്പിക്കാനാണ് ഞാൻ മുതിരുന്നത്. ഈ ഒരു വിഷയത്തിലേക്ക് കടക്കുമ്പോൾ EMSുമായി ബന്ധപ്പെട്ട രണ്ട് സന്ദർഭങ്ങൾ, രണ്ട് വസ്തുതകൾ പ്രതിപാദിച്ചുകൊണ്ടാകാം എന്നാണ് ഞാൻ കരുതുന്നത്. അതൊന്ന്, ഐക്യകേരളം എന്ന ആശയത്തെ മുൻനിർത്തി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി 1940കളിൽ വലിയ ബഹുജന പ്രക്ഷോഭം ഉയർത്തിക്കൊണ്ടുവരികയും ഐക്യകേരള പ്രസ്ഥാനം കേരളത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ കേന്ദ്ര പ്രമേയങ്ങളിലൊന്നായി ഉയർന്നു വരികയും ചെയ്ത ഘട്ടത്തിലേതാണ്. EMS ആയിരുന്നു ആ വാദഗതിയെ പറഞ്ഞുറപ്പിക്കുന്നതിൽ ഏറ്റവും വലിയ പങ്കുവഹിച്ചത് എന്ന് നമുക്കൊക്കെ അറിയാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ നേതൃത്വം ഭാഷാദേശീയതകൾ എന്ന ആശയത്തെ മുൻനിർത്തി ഭാഷാ സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയുള്ള വാദഗതി ഉയർത്തിക്കൊണ്ടുവരാൻ തീരുമാനിച്ച പശ്ചാത്തലത്തിലാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾ ഭാഷാദേശീയതകളെ മുൻനിർത്തിയുള്ള പ്രത്യേകമായ ചില പഠനങ്ങൾക്ക് പുറപ്പെടുന്നത്. P. സുന്ദരയ്യ ആന്ധ്രയെ വിശാലാന്ധ്ര എന്ന പേരിലും ഭവാനി സെൻ നൂതൻ ബംഗാൾ എന്ന പേരിലുമൊക്കെ ഭാഷാദേശീയ സമൂഹങ്ങളെക്കുറിച്ചുള്ള ആശയഗതികൾ അന്ന് എഴുതുകയുണ്ടായി. അതേ സന്ദർഭത്തിലാണ് EMS 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം എഴുതുന്നത്. പിന്നീട് അതിനെ ഒരുപടി കൂടി വികസിപ്പിച്ചുകൊണ്ട് 40കളുടെ അവസാനം കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന ഗ്രന്ഥമായി അദ്ദേഹം അതിനെ വളർത്തിയെടുക്കുകയും ചെയ്തു. ഒരു നിലയ്ക്ക് ഒരു മാർക്സിസ്റ്റ് ഇൻ്റർവെൻഷൻ എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനപരമായ സവിശേഷതയെ കൂടി ചൂണ്ടിക്കാണിക്കുന്ന ഒരു ഗ്രന്ഥമാണത്. കാരണം വളരെ ആസന്നമായ ഒരു രാഷ്ട്രീയ പ്രശ്നത്തെ മുൻനിർത്തി, ഒരു പ്രായോഗിക പ്രശ്നത്തെ മുൻനിർത്തി അതിൻ്റെ വിശദീകരണാർത്ഥം എഴുതിയുണ്ടാക്കിയ ഒരു രേഖ എങ്ങനെയാണ് കേരളത്തിൻ്റെ ചരിത്രവിജ്ഞാനത്തെ ആകമാനം രൂപപ്പെടുത്താൻ കഴിയുന്ന ഒരു പ്രാമാണിക പഠനമായി മാറിയത് എന്നുകൂടി കേരളം മലയാളികളുടെ മാതൃഭൂമിയെ മുൻനിർത്തി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അത് തൊട്ട് പിന്നാലെ നടക്കാനിരിക്കുന്ന ഒരു സമരത്തിന് ഉള്ള ഒരു വിശദീകരണക്കുറിപ്പായിട്ടും വേണമെങ്കിൽ അവസാനിപ്പിക്കാം. പക്ഷേ EMS അങ്ങനെയല്ല ചെയ്തത്. ആ ഒരു സന്ദർഭത്തെ കേരളത്തെക്കുറിച്ചുള്ള അതുവരെയുള്ള നമ്മുടെ ചരിത്രാവബോധത്തെ തന്നെ പുതുക്കി എഴുതാൻ പര്യാപ്തമായ ഒരു ഗ്രന്ഥമായി വികസിപ്പിക്കുകയും ഇപ്പോൾ കഴിഞ്ഞ 7-8 പതിറ്റാണ്ടായി കേരള ചരിത്ര ചർച്ചയിലെ വിമർശനങ്ങളും എതിരഭിപ്രായങ്ങളും ധാരാളമായി അന്നു മുതലുണ്ടെങ്കിലും അവയോടൊക്കെ അതത് കാലങ്ങളിൽ പ്രതികരിച്ചുകൊണ്ട് EMS തൻ്റെ വീക്ഷണങ്ങൾ ഈ പുസ്തകത്തിൻ്റെ ആമുഖക്കുറിപ്പായിട്ടോ കേരളം ഇന്നലെ ഇന്ന് നാളെ മുതലായ പുതിയ പുസ്തകങ്ങളുടെ രൂപത്തിലോ ഒക്കെ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഈ പുസ്തകത്തെ മാറ്റി നിർത്തിക്കൊണ്ട് കേരള ചരിത്രവിജ്ഞാനത്തിൽ ഇടപെടാൻ കഴിയില്ല എന്ന നിലയിലേക്ക് ആ ഒരു ഗ്രന്ഥം വളർന്നു വരികയുണ്ടായി. ഞാൻ പറഞ്ഞു വന്നത്, എങ്ങനെയാണൊരു പ്രായോഗിക പ്രവർത്തനത്തെ സൈദ്ധാന്തികമായ ഉൾക്കാഴ്ചയായിട്ടും മാർക്സിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ സാമൂഹ്യ വൈജ്ഞാനിക അടിത്തറയെ വികസിപ്പിക്കുന്ന വലിയ
സൈദ്ധാന്തിക അന്വേഷണമായിട്ടും രൂപാന്തരപ്പെടുത്തുക എന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കേരളീയ മാതൃകകളിലൊന്നാണ് ആ പുസ്തകം. പ്രയോഗത്തിൽ നിന്ന് സിദ്ധാന്തവൽക്കരണത്തിലേക്കും നിശ്ചയമായും സിദ്ധാന്തത്തിൽ നിന്ന് പ്രായോഗിക പ്രവർത്തനങ്ങളിലേക്കും എന്ന വൈരുദ്ധ്യാത്മകമായ വിനിമയത്തിൻ്റെ മികവുറ്റ കേരളീയ പാഠമാണ് ആ പുസ്തകം. ഇതിന് പിന്നാലെ കേരളത്തിലെമ്പാടും വലിയ ഐക്യകേരള പ്രസ്ഥാനത്തെ മുൻനിർത്തിയുള്ള സമരങ്ങൾ ഉയർന്നു വന്നു. ആ സമരത്തിന് അനുകൂലമായും എതിരായും ധാരാളം അഭിപ്രായങ്ങളുണ്ടായിരുന്നു. ഇന്ന് നാം കരുതുന്നത് പോലെ ഐക്യകേരള പ്രസ്ഥാനത്തെ സാർവത്രികമായി പിന്തുണയ്ക്കുന്ന ഒരു സ്ഥിതിയല്ല അന്ന് കേരളത്തിലുണ്ടായിരുന്നത്. തിരുവിതാംകൂറിലൊക്കെ ഐക്യകേരളം എന്ന ആശയത്തോട് വലിയ എതിർപ്പുള്ള വലിയ വിഭാഗങ്ങളുണ്ടായിരുന്നു. കാരണം അന്നത്തെ ആ സ്റ്റേറ്റുകളുടെ, സംസ്ഥാനങ്ങളുടെ തരംതിരിവനുസരിച്ച് അന്ന് തിരുവിതാംകൂർ എ ഗ്രേഡിലാണ്, മലബാർ, മദ്രാസ് പ്രവിശ്യയുടെ ഭാഗമായിട്ടുള്ള മലബാർ അന്നത്തെ കാറ്റഗറൈസേഷനിൽ സി ഗ്രേഡിലുമാണ്. അതുകൊണ്ട് മലബാറും തിരുവിതാംകൂറും തമ്മിൽ ചേർത്തിണക്കുന്നത് തിരുവിതാംകൂറിന് നഷ്ടമാകുമെന്ന് അവിടെ കുറേ പേരും, മലബാറിൻ്റെ പിന്നോക്കാവസ്ഥ തുടരുന്നതിനെ അത് കാരണമാകൂ എന്ന് കരുതിക്കൊണ്ട് മലബാറിൽ കുറേ പേരും ഈ ഐക്യകേരളം എന്ന ആശയത്തെ അന്ന് എതിർക്കുകയുണ്ടായി. അങ്ങനെ വലിയ സംവാദങ്ങൾ നടക്കുന്നൊരു സമയത്താണ് തിരുവിതാംകൂറിലെ രാജഭരണകൂടം നമുക്കൊക്കെ പ്രതീക്ഷിക്കാവുന്നത് പോലെ യാഥാസ്ഥിതികത്വത്തിൻ്റെ കോട്ടയായിട്ടാണ് എല്ലാ കാലത്തും അത് നിലനിന്നിട്ടുള്ളത് എന്നതുകൊണ്ട് അവരും ഈ ഐക്യകേരളം എന്ന ആശയത്തെ എതിർക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ ഒരു സന്ദർഭത്തിലാണ് കൊച്ചി രാജാവ് ഐക്യകേരളം എന്ന ആശയത്തെ പിന്തുണയ്ക്കുകയും ഐക്യകേരളത്തിന് വേണ്ടി താൻ തൻ്റെ രാജാധികാരം കൈയൊഴിയാൻ തയ്യാറാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത്. ഇതന്ന് കേരളത്തിൽ വലിയ അലയൊലികൾ ഉണ്ടാക്കുകയും മാതൃഭൂമി പോലുള്ള പത്രങ്ങളൊക്കെ കൊച്ചി രാജാവിനെ ഐക്യകേരള തമ്പുരാൻ എന്നെല്ലാം വിശേഷിപ്പിച്ചുകൊണ്ട് മുഖപ്രസംഗങ്ങൾ എഴുതുകയും ഒക്കെ ചെയ്തു. ഈ ഘട്ടത്തിൽ EMS കൊച്ചി രാജാവിൻ്റെ ഈ പ്രഖ്യാപനത്തിനെതിരെ ഒരു ലഘുലേഖ പോലെ ദീർഘമായൊരു പ്രബന്ധം തയ്യാറാക്കുന്നുണ്ട്. ആ പ്രബന്ധത്തിന് അദ്ദേഹം കൊടുത്ത തലക്കെട്ട് വളരെ നിശിതമായ വിമർശന സ്വഭാവമുള്ളതാണ്. ആ തലക്കെട്ട് ഇങ്ങനെയാണ്: കൊച്ചി രാജാവിൻ്റെ ഐക്യകേരള പ്രഖ്യാപനം ബ്രിട്ടീഷ് കമ്മട്ടത്തിലടിച്ച കള്ളനാണയം എന്നാണ്. എന്തുകൊണ്ടാണ് ഐക്യകേരളത്തിന് വേണ്ടി ഭരണാധികാരം ഒഴിയാം എന്നൊരു രാജാവ് പ്രഖ്യാപിക്കുന്ന സമയത്ത് ഐക്യകേരളത്തിന് വേണ്ടി സംസ്ഥാന തലത്തിൽ വലിയ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും സമുന്നതനായ നേതാവ് ആ പ്രസ്താവനയ്ക്കെതിരെ രംഗത്തെത്തുന്നത് എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. EMS അത് വിശദീകരിക്കുന്നുണ്ട്. EMS ആണ് അന്ന് ഐക്യകേരള പ്രസ്ഥാനത്തിൻ്റെ കേരളത്തിലെ ഏറ്റവും മുതിർന്ന, ഏറ്റവും സമുന്നതനായ വക്താവും നേതാവും. അദ്ദേഹം എന്തുകൊണ്ടാണ് ഐക്യകേരളത്തിന് വേണ്ടി സ്ഥാനമൊഴിയാമെന്ന കൊച്ചി രാജാവിൻ്റെ നിലപാടിനോട് വിമർശനാത്മകമായ ഒരു സമീപനം സ്വീകരിച്ചത്? അതിൻ്റെ ഉത്തരം കൊച്ചി രാജാവിൻ്റെ പ്രഖ്യാപനത്തിലാണുള്ളത്. കൊച്ചി രാജാവ് ഐക്യകേരളത്തിന് വേണ്ടിയുള്ള തൻ്റെ പ്രസ്താവനയിൽ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ചിരപുരാതനമായ കേരളീയ മൂല്യങ്ങളെ സംരക്ഷിക്കുന്നതും പരമ്പരാഗതമായ ചേര സാമ്രാജ്യത്തിൻ്റെ തുടർച്ച ഉറപ്പാക്കുന്നതുമായ ഒന്നാണ് ഐക്യകേരളം എന്നാണ്. EMS തൻ്റെ വിമർശനത്തിൽ പറഞ്ഞൊരു കാര്യം, ഐക്യകേരളം എന്ന ആശയത്തിന് എന്തെങ്കിലും ഒരർത്ഥമുണ്ടാകണമെങ്കിൽ ചിരപുരാതനമായ കേരളീയ മൂല്യങ്ങൾ എന്ന് നാം പുറമേക്ക് പറയുന്ന ജാതിജന്മി നാടുമാഴി വേദാവിത്തം ഉണ്ടാക്കിയ സാംസ്കാരിക മൂല്യങ്ങളെ സമ്പൂർണ്ണമായി പുറത്തു നിർത്തുന്നതും ആധുനിക ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്നതും പരമ്പരാഗതമായ ചേരവാഴ്ചയ്ക്ക് പകരം ജനാധികാരപരമായ ആധുനിക രാഷ്ട്ര സംവിധാനം നിലനിൽക്കുന്നതുമായ ഒന്നായിട്ട് അത് മാറണം. അതുകൊണ്ട് കൊച്ചി രാജാവ് മുമ്പോട്ട് വയ്ക്കുന്ന ഐക്യകേരളം എന്ന സങ്കല്പത്തിൻ്റെ പിന്നിലുള്ളത് ഇന്ത്യയിലെ ഭൂപ്രഭുക്കളെയും രാജാക്കന്മാരെയും സംരക്ഷിച്ചു നിർത്തി അവരെ തങ്ങൾക്ക് വേണ്ടി ചുങ്കം പിരിക്കുന്നതിനുള്ള ഇടനിലപ്പണിക്കാരാക്കി മാറ്റിയ കൊളോണിയലിസത്തിൻ്റെ യുക്തിക്കുള്ളിൽ നിന്നുകൊണ്ട് ആധുനികമായ ഒരു ഭാഷാദേശീയതാ സങ്കല്പത്തിനുള്ളിലേക്ക് രാജവാഴ്ചയുടെയും മധ്യകാല മതാത്മകതയുടെയും നാടുവാഴ്ത്തത്തിൻ്റെയും മൂല്യങ്ങളെ കുത്തിക്കടത്താനുള്ള ഒരു ശ്രമമാണ് വാസ്തവത്തിൽ ഈ ഐക്യകേരള പ്രസ്താവനയിലുള്ളത്. അത് ബ്രിട്ടീഷ് കമ്മട്ടത്തിലടിച്ച കള്ളനാണയമാണ് എന്ന് EMS വിശദീകരിക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, EMS വാദിക്കുന്നതും ഐക്യകേരളത്തിന് വേണ്ടിയിട്ടാണ്, കൊച്ചി തമ്പുരാൻ പറഞ്ഞതും ഐക്യകേരളത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ഇതെന്താണ് എന്ന കാര്യത്തിൽ വലിയ വ്യത്യാസമുണ്ട്. ഈ വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊച്ചി തമ്പുരാൻ മുമ്പോട്ട് വയ്ക്കുന്ന ഐക്യകേരളം എന്നത് അദ്ദേഹത്തിൻ്റെ തന്നെ ഭാഷ കടമെടുത്ത് പറഞ്ഞാൽ ഒന്ന് ചിരപുരാതനമായ കേരളീയ മൂല്യങ്ങളെ നിലനിർത്തുന്നതാണ്,
മറ്റൊന്ന് പരമ്പരാഗതമായ ചേര സാമ്രാജ്യ സങ്കല്പത്തിൻ്റെ ഒരു ആധുനിക രൂപമാണ്. പരശുരാമൻ മഴയൊഴിഞ്ഞ് സൃഷ്ടിച്ചു എന്നെല്ലാം വരുന്ന ഐതിഹ്യാത്മകമായ ഒരു കേരളത്തിൻ്റെ തുടർച്ച പോലെ. ഇതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായി ആധുനികമായ ഒന്നായിട്ടല്ലാതെ ആ ആധുനികമായ കേരളം എന്ന് പറയുന്നത് മധ്യകാല മതാത്മകതയുടെ പിടിയിൽ നിന്ന് പുറത്തു വന്നതും പരമ്പരാഗതമായ ചേര സാമ്രാജ്യം എന്നതിന് പകരം ഭാഷാദേശീയത എന്ന ആധുനിക സ്വത്വത്തിൽ അടിയുറച്ചതുമായ ഒന്നായിരിക്കണം എന്ന കാഴ്ചപ്പാടാണ് EMS ഈ വിമർശനത്തിലൂടെ മുമ്പോട്ട് വച്ചത്. ഞാൻ പറഞ്ഞു വരുന്നത്, ആധുനിക കേരളം എന്നത് അടിസ്ഥാനപരമായി ജനാധിപത്യ മതനിരപേക്ഷ മൂല്യങ്ങളുടെ ഒരാവിഷ്കാരമാണ്. അല്ലാതെ മുൻകാലത്തെങ്ങോ നിലനിന്നു പോന്ന ഒരു കേരളം എന്ന ഭൂപ്രദേശ സങ്കല്പത്തിൻ്റെ വെറുമൊരു കാലക്രമത്തിലുള്ള ഒരു പ്രൊജക്ഷൻ മാത്രമല്ല, ഒരു ടെമ്പറൽ പ്രൊജക്ഷൻ ഓഫ് കേരളം അല്ല. പരമ്പരാഗതമായി നിലനിന്ന് പോകുന്ന കേരളം എന്ന സങ്കല്പത്തിൻ്റെ ഒരു പിൽക്കാലത്തേക്കുള്ള ഒരു കൂട്ടിവെക്കലല്ല, ഒരു തുടർച്ചയല്ല. അതിൽ മൗലികമായൊരു വിച്ഛേദമുണ്ട്. ഇന്നത്തെ നിലയ്ക്ക് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഇന്ന് ഹിന്ദുത്വ രാഷ്ട്രീയം മുഖ്യമായും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ഈ ആധുനികമായ ദേശീയതാ സങ്കല്പത്തെ, രാഷ്ട്രഭാവനയെ, പൗരാണികമായ ചില മൂല്യങ്ങളുടെ പിൽക്കാലത്തേക്കുള്ള തുടർച്ചയാണ് എന്ന് സ്ഥാപിച്ചെടുക്കാനാണ് വർഗീയവാദികൾ ശ്രമിക്കുന്നത്. അതിൻ്റെ പേരാണ് സാംസ്കാരിക ദേശീയത എന്ന പ്രയോഗം തന്നെ. കാരണം ദേശീയത എന്ന ആധുനികമായൊരു വ്യവഹാരത്തെ ആ ആധുനികമായ ഉള്ളടക്കത്തിൽ നിന്ന് എടുത്തു മാറ്റുകയും അതിനെ പൗരാണികമായ കേരളീയത, ഭാരതീയത മുതലായ സങ്കല്പങ്ങളുമായി കൂട്ടിയിണക്കുകയും ചെയ്യുന്നതോടെ ദേശീയതയുടെ രാഷ്ട്രീയ ഉള്ളടക്കം, ആധുനികമായ ഉള്ളടക്കം അട്ടിമറിക്കപ്പെടുകയും അതിന് പൗരാണികമായ ചില പരിവേഷങ്ങൾക്കുള്ളിൽ നിലനിൽക്കാൻ കഴിയുകയും ചെയ്യും. ഇക്കാര്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് EMS ഈ പറയുന്ന കൊച്ചി രാജാവിൻ്റെ ഐക്യകേരള പ്രഖ്യാപനത്തിനെതിരായ തൻ്റെ നിലപാട് എടുക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, മതാത്മകവും ഐതിഹ്യാത്മകവുമായ ഒരു കേരളീയ ഭാവനയാണ് കൊച്ചി രാജാവിൻ്റെ ഐക്യകേരള പ്രഖ്യാപനത്തിലുണ്ടായിരുന്നതെങ്കിൽ അതേ അളവിൽ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് EMS അത് ബ്രിട്ടീഷ് കമ്മട്ടത്തിലടിച്ച കള്ളനാണയം എന്ന നിലയിൽ നിശിതമായി അതിനെ വിമർശിക്കാനായിട്ട് തുനിഞ്ഞിറങ്ങിയത്. പക്ഷേ തിരിഞ്ഞു നോക്കിയാൽ ഈ മധ്യകാല മതാത്മകതയുടെയും ജാതിജന്മി നാടുവാഴി മേധാവിത്വമെന്ന് EMS വിശേഷിപ്പിച്ച നമ്മുടെ മധ്യകാലത്തിൻ്റെയും സാംസ്കാരികമായ അവശിഷ്ടഭാരങ്ങളെ ആകമാനം കുടഞ്ഞു കളഞ്ഞൊരാധുനിക സമൂഹമാകാൻ നമുക്ക് എത്രത്തോളം കഴിഞ്ഞു എന്ന ചോദ്യം ഇപ്പോഴും ബാക്കി നിൽക്കുന്നുണ്ട്. അതിന് 100% തൃപ്തികരമായ ഉത്തരം കൈവന്നു എന്ന് കരുതാൻ കഴിയില്ല. EMS തന്നെ കേരളം മലയാളികളുടെ മാതൃഭൂമിയിൽ ചർച്ച ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, കേരളീയമെന്ന് നാം വളരെ അഭിമാനപൂർവം നാം പരിഗണിച്ചു പോരുന്ന നമ്മുടെ സാഹിത്യം, നമ്മുടെ കല, നമ്മുടെ വിജ്ഞാന പാരമ്പര്യങ്ങൾ, ഇതിനൊക്കെ ജന്മം നൽകിയതെന്താണോ ആ സാമൂഹ്യ വ്യവസ്ഥ തന്നെയാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നികൃഷ്ടമായ ജാതി വ്യവസ്ഥയിലേക്കും വർണ്ണവ്യവസ്ഥയിലേക്കും ചൂഷണ സംവിധാനങ്ങളിലേക്കും സംബന്ധം പോലുള്ള അനാചാരങ്ങളിലേക്കുമൊക്കെ കേരളത്തെ കൊണ്ടുപോവുകയും ചെയ്തത്. അതുകൊണ്ട് കേരളീയം എന്നതിനുള്ളിൽ ഈ ഒരു വൈരുദ്ധ്യാത്മക തലമുണ്ട്. ഒരുപക്ഷെ 12-ാം നൂറ്റാണ്ടോടെ പെരുമാൾ വാഴ്ച എന്ന് വിളിക്കുന്ന ഒന്ന് ശിഥിലമാവുകയും സ്വരൂപങ്ങളെയും പിന്നെ നാടുകളെയും മുൻനിർത്തിക്കൊണ്ട് മധ്യകാല കേരളം ഉയർന്നു വരികയും ചെയ്തതിന് പിന്നാലെയാണ് നാം ഇന്ന് കാണുന്ന കേരളീയതയുടെ മിക്കവാറും എല്ലാ ആധാര സ്വരൂപങ്ങളും വികസിച്ചു വരുന്നത്. കേരളീയ കലകൾ എന്ന് വിളിക്കുന്ന ആവിഷ്കാരങ്ങൾ, മലയാള ഭാഷ, നമ്മുടെ സാമൂഹിക വിജ്ഞാനത്തിൻ്റെ പല രൂപങ്ങൾ, അത് ആയുർവേദമാകട്ടെ, വാസ്തുവിദ്യയാകട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഗണിതമാകട്ടെ, നമ്മുടെ ജ്യോതിശാസ്ത്ര വിജ്ഞാനങ്ങളാകട്ടെ, പൊതുവിൽ ഈ മധ്യകാലത്തിൻ്റെ ഉൽപ്പന്നങ്ങളാണ്. അങ്ങനെ വളരെ വിപുലമായൊരു വൈജ്ഞാനിക പാരമ്പര്യത്തെയും കലാസാഹിത്യ പാരമ്പര്യത്തെയും ഭാഷയെയും ഒക്കെ രൂപപ്പെടുത്തുന്ന ഇതേ മധ്യകാലം തന്നെയാണ് അതിൻ്റെ മറുപുറത്ത് ഒരുപക്ഷെ ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ച വിവേകാനന്ദന് ഇവിടെ എത്തുമ്പോൾ ഇത് ഭ്രാന്താലയമാണ് എന്ന് പറയാൻ തോന്നുന്ന മട്ടിലുള്ള പ്രാകൃതമായ ജാതിബന്ധങ്ങളെ നിലനിർത്തിയത്.
64 അനാചാരങ്ങൾ എന്ന പേരിൽ ഇന്ത്യയിൽ എവിടെയും കാണാത്ത തരത്തിലുള്ള നികൃഷ്ടമായ തരത്തിലുള്ള ജീവിതക്രമങ്ങൾ ജാതിബന്ധങ്ങളുടെ ഭാഗമായിട്ട് ഉയർത്തിക്കൊണ്ടുവന്നത്, അല്ലെങ്കിൽ വഴി നടക്കാനുള്ള അവകാശ നിഷേധം അടക്കമുള്ള എത്രയോ ബ്രാഹ്മണികവും സാമൂഹ്യ വിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമായ മൂല്യങ്ങളും ഈ പാരമ്പര്യത്തിൽ നിന്നാണ് ഉയർന്നു വരുന്നത്. ഇത് EMS ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ വൈരുദ്ധ്യാത്മകമായ ഈ മാനത്തെ, അതിനർത്ഥം കൂടിയാട്ടം പോലെ ഒന്നിനെ, കഥകളി പോലെ ഒന്നിനെ, അല്ലെങ്കിൽ കേരളീയ ഗണിതം പോലുള്ള പാരമ്പര്യങ്ങളെ നമ്മുടെ തർക്കത്തിൻ്റെയും നമ്മുടെ വിജ്ഞാന വിനിമയങ്ങളുടെയും പാരമ്പര്യങ്ങളെ ഒറ്റയടിക്ക് ചാപ്പകുത്തി പുറത്താക്കുക എന്നല്ല. അത് താർക്കിക യുക്തിവാദത്തിൻ്റെ വഴിയാണ്. ലെനിൻ വളരെ മുമ്പ് സൂചിപ്പിക്കുന്ന ഒരു കാര്യം, ബൂർഷ്വാസി ജന്മം നൽകിയ വിജ്ഞാനങ്ങളും ഭൂതകാല പാരമ്പര്യങ്ങളും സ്വാംശീകരിച്ചുകൊണ്ട് തന്നെയാണ് കമ്മ്യൂണിസ്റ്റുകാർക്ക് മുമ്പോട്ട് പോകാൻ പറ്റുക. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, മനുഷ്യവംശം ഇതുവരെ ഉണ്ടാക്കിയ എല്ലാ അറിവുകളെയും ഒറ്റയടിക്ക് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചാൽ പിന്നെ തൊഴിലാളി വർഗത്തിൻ്റെ കയ്യിൽ കാര്യമായിട്ടൊന്നും ബാക്കിയുണ്ടാവില്ല. അതുകൊണ്ട് ഇതിൻ്റെ വർഗപരമായ സ്വഭാവത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ വിമർശനാത്മകമായി അതിനെ മറികടക്കുക എന്നത് ആധുനിക കേരളത്തിൻ്റെ രൂപീകരണത്തെ സംബന്ധിച്ച് പരമപ്രധാനമായ ഒരു കാര്യമാണ് എന്ന് EMS കേരളം മലയാളികളുടെ മാതൃഭൂമിയിൽ അതേക്കുറിച്ചുള്ള ചർച്ചയിൽ വിശദമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. ഈ ഒരു വൈരുദ്ധ്യാത്മക പ്രകൃതം കേരളത്തെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ്. ഇത് നമുക്ക് എത്രത്തോളം നിറവേറ്റാൻ കഴിഞ്ഞു എന്നത് വാസ്തവത്തിൽ നാം ഇന്ന് കൂടുതൽ ഗൗരവപൂർവ്വം പരിശോധിക്കേണ്ടതാണ്. വളരെ വിശദമായ പരിശോധന അർഹിക്കുന്ന ഒരു വിഷയമാണ്. 1-2 കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ മറ്റൊരു പ്രമേയത്തിലേക്ക് വരാം. നമ്മുടെ ആധുനിക കേരള രൂപീകരണ പ്രക്രിയയിൽ ഏറ്റവും കൂടുതൽ പരിവർത്തന വിധേയമായ സാമൂഹിക സ്ഥലങ്ങളിലൊന്ന്, സോഷ്യൽ സ്പേസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊന്ന് നമ്മുടെ കുടുംബ സംവിധാനമാണ്. മിക്കവാറും കേരളീയ സമൂഹത്തിൽ അന്ന് നിലനിന്നിരുന്ന കുടുംബഘടനകൾക്ക് വലിയ മാറ്റം വരികയും അത് എല്ലാ തരത്തിലും സംബന്ധവും മറ്റുമായി നിലനിന്ന നമ്പൂതിരി നായർ സമുദായ കുടുംബങ്ങൾ, കൂട്ടുകുടുംബ സമ്പ്രദായം, മരുമക്കത്തായിൽ നിന്ന് മക്കത്തായത്തിലേക്കുള്ള മാറ്റം, അമ്മാവനിൽ നിന്ന് അച്ഛനിലേക്കുള്ള സ്ഥാനാന്തരണം, ഇങ്ങനെ ഏകഭാര്യാത്വം, ഏകഭർത്തൃത്വം മുതലായ മൊണോഗമിയുടെ ജീവിതക്രമങ്ങൾ, ഇതൊക്കെ ആധുനികതയിലേക്കുള്ള കേരളീയ സമൂഹത്തിൻ്റെ പരിവർത്തനത്തിൻ്റെ കേന്ദ്രത്തിലുണ്ട്. ഇപ്പം നമ്മുടെ നവോത്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളമായി തീർന്ന ഒരു നാടകം തന്നെ വാസ്തവത്തിൽ കുടുംബത്തെ കേന്ദ്രീകരിച്ചാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന പേരിലാണ് വീട്ടി 1928 അത് എഴുതുന്നത്. ഇങ്ങനെ കുടുംബത്തെയും കുടുംബത്തിനകത്തുള്ള ലൈംഗികത സങ്കല്പങ്ങളെയും അതുപോലെ തന്നെ കുടുംബവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക വിനിമയത്തെയും സാമൂഹ്യ അധികാര ഘടനയെയും ആകമാനം മാറ്റിമറിച്ചുകൊണ്ടാണ് ഒരർത്ഥത്തിൽ കേരളീയ നവോത്ഥാനം മുമ്പോട്ട് പോയത്. അത് ആകമാനം ഗുണകരമായിരുന്നു എന്നൊന്നും വാദിക്കാനല്ല ഞാൻ മുതിരുന്നത്. ഈ മാറ്റം അവിടെ ഉണ്ടായിരുന്നു എന്നതാണ്. അതിൻ്റെ സദ്ഫലങ്ങളും ദോഷഫലങ്ങളും ഒക്കെ സാമൂഹ്യ ചരിത്രകാരന്മാർ ഇന്ന് പല നിലകളിൽ പരിശോധിക്കുന്നുണ്ട്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. ഞാനിവിടെ പറയാൻ ശ്രമിച്ചൊരു കാര്യം, ഈ കുടുംബഘടനയ്ക്കുള്ളിൽ പൊതുവിൽ പറഞ്ഞാൽ നവോത്ഥാനപരമെന്നോ ആധുനികമെന്നോ വിളിക്കാവുന്ന മൂല്യബോധത്തിൻ്റെ പല തലങ്ങളിലുള്ള സ്വാംശീകരണം 100% നടന്നില്ലെങ്കിലും വലിയൊരളവോളം 20ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ നടക്കുകയുണ്ടായി. അത് വ്യക്തിഗത പ്രേമത്തിലേക്ക്, മനുഷ്യർ തമ്മിലുള്ള പ്രേമത്തിലേക്ക് അത് വികസിച്ചു വന്നു. ഭാര്യാഭർത്തൃത്വം എന്ന് പറയുന്നത് ഔപചാരികമായ ഒരു ലൈംഗിക വിനിമയ സമ്മതം എന്നതിനപ്പുറം വ്യക്തിപരമായ സ്നേഹാനുഭവങ്ങളെ മുൻനിർത്തിയുള്ളതാണ് എന്നതിലേക്ക് വന്നു. അമ്മാവന് സമ്പൂർണമായ സാമ്പത്തിക സാമൂഹ്യ അധികാരമുള്ള വ്യവസ്ഥയിൽ നിന്ന് അച്ഛനധികാരമുള്ള, വ്യക്തികൾക്ക് അധികാരമുള്ള കുടുംബങ്ങൾ രൂപപ്പെട്ടു വന്നു. ചെറുകാടിൻ്റെ ജീവിതപാതയൊക്കെ വായിച്ചു നോക്കിയാൽ അമ്മാവനോട് ഇടയുന്ന ചെറുകാടിൻ്റെ ചിത്രം നിങ്ങൾക്ക് ഇതിൽ വിശദമായിട്ട് കാണാൻ കഴിയും. ഇങ്ങനെ വലിയ തോതിൽ ഈ മാറ്റങ്ങൾ വികസിച്ചു വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കുടുംബഘടനയ്ക്കുള്ളിലുണ്ടായ ഈ മാറ്റങ്ങൾ കേരളീയ ആധുനികീകരണത്തിൻ്റെ സുപ്രധാനമായ ഒരു ഉള്ളടക്കമായിട്ട് നിലനിൽക്കുകയുണ്ടായി. എന്നാൽ ഇന്ന് നമ്മൾ കഴിഞ്ഞൊരു 75 വർഷത്തെ അല്ലെങ്കിൽ കഴിഞ്ഞൊരു 50 വർഷത്തെ കേരളത്തിൻ്റെ കുടുംബഘടനയെക്കുറിച്ച് ആലോചിച്ചാൽ
ഞാൻ വ്യക്തിപരമായി കരുതുന്നത് കേരളത്തിലെ ഏറ്റവും യാഥാസ്ഥിതികമായ സ്ഥാപനമായി കുടുംബങ്ങൾ മാറിത്തീർന്നു എന്നതാണ്. ഒരുപക്ഷെ കേരളീയ മതനിരപേക്ഷതയ്ക്കെതിരായ ബലങ്ങളുടെ ഏറ്റവും വലിയ ഒളിത്താവളങ്ങളായി നമ്മുടെ ഗാർഹിക മണ്ഡലം മാറിത്തീർന്നിട്ടുണ്ട്. എന്നു മാത്രമല്ല, ഗാർഹികതയെ മുൻനിർത്തി ഈ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുന്ന ഒരു സംവാദ പരിസരം നമ്മുടെ പൊതുമണ്ഡലത്തിൽ ഒട്ടുമേയില്ല. നിങ്ങൾ കേരളത്തിലെ മൊത്തത്തിൽ നടക്കുന്ന ഈ മതനിരപേക്ഷതയെക്കുറിച്ചുള്ള ചർച്ച, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള സാമൂഹ്യമായ തിരിച്ചടികളെക്കുറിച്ചുള്ള ചർച്ചയൊക്കെ പരിശോധിച്ചാൽ അതൊന്നും തന്നെ നമ്മുടെ ഗാർഹികതയ്ക്കുള്ളിലേക്ക് കടന്നു കയറി അവിടെ സ്വസ്ഥമായി പാർക്കുന്ന ആചാരഭ്രാന്തിനോടോ ആഡംബരഭ്രാന്തിനോടോ ജാതീയതയോടോ മതവാദങ്ങളോടോ ഒന്നും എതിരിടാൻ സന്നദ്ധമാകുന്നില്ല എന്ന് കാണാൻ പറ്റും. ഇതെല്ലാം പുറത്തു നിർത്തിയിട്ട്, ഇതിനെയെല്ലാം ഗാർഹികതയുടെ മണ്ഡലത്തിന് പുറത്തു നിർത്തിയിട്ട് പൊതുവായത് എന്ന ഒരു മേഖലയ്ക്കുള്ളിലാണ് നാം ഇതിനെയൊക്കെ ചർച്ച ചെയ്യുന്നത്. പബ്ലിക് ആൻഡ് പ്രൈവറ്റ് എന്ന ഡിവിഷൻ. ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖനായ സാമൂഹ്യ ചിന്തകനായ പാർത്ഥ ചാറ്റർജി എന്താണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനവും കുടുംബസങ്കല്പവും, പ്രത്യേകിച്ച് മധ്യവർഗ കുടുംബങ്ങളും തമ്മിലുള്ള ബന്ധം എന്നതിനെക്കുറിച്ച് ചില നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, 19-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയോടെ സാമൂഹ്യ ജീവിതത്തിൻ്റെ സമസ്ത തലങ്ങളിലും കൊളോണിയൽ ഭരണകൂടം ആധിപത്യം ചെലുത്താൻ തുടങ്ങി. ഭരണനിർവഹണം അവരുടെയായി, സാമ്പത്തിക അധികാരം അവരുടെയായി, കോടതികൾ അവരുടെയായി, വ്യാപാരവും വാണിജ്യത്തിൻ്റെയും നിയന്ത്രണാധികാരം അവരുടെയായി. പൊതുവായത്, പബ്ലിക് എന്ന് വിളിക്കാവുന്ന ഏതാണ്ട് എല്ലാ മേഖലകളും അധിനിവേശ ശക്തികളുടെയും ബ്രിട്ടീഷ് അധികാരത്തിൻ്റെയും കൈപ്പിടിയിലേക്ക് പതിയെ പതിയെ നീങ്ങി. ഇങ്ങനെ നീങ്ങുന്ന ഘട്ടത്തിലാണ് 19-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയോടെ ഇന്ത്യൻ മധ്യവർഗം സർവകലാശാലകളിലും കോളേജുകളിലുമൊക്കെ പോയി ആധുനിക വിദ്യാഭ്യാസം നേടി ആധുനികമായ രാഷ്ട്രീയാശയങ്ങളുമായി പരിചയപ്പെട്ട് ദേശീയത, ജനാധിപത്യം തുടങ്ങിയ മൂല്യങ്ങളെ സ്വാംശീകരിക്കാൻ തുടങ്ങുന്നത്. ഇത് ഇന്ത്യൻ മധ്യവർഗത്തിനുള്ളിലുണ്ടാക്കിയ വമ്പിച്ചൊരു പിളർപ്പുണ്ട്. ആ പിളർപ്പിൻ്റെ കാതൽ എന്തെന്ന് വെച്ചാൽ, ആധുനികമായ മൂല്യങ്ങളെ ഒരു ഭാഗത്ത് നിങ്ങൾ സ്വാംശീകരിക്കുമ്പോൾ തന്നെ ആ സ്വാംശീകരണം പൂർണ്ണാർത്ഥത്തിലേക്ക് വികസിപ്പിക്കാൻ പലപ്പോഴും കഴിയാതെ വരും. കാരണം പൂർണ്ണാർത്ഥത്തിലേക്ക് വികസിപ്പിക്കണമെങ്കിൽ സ്വന്തമെന്ന് വിളിച്ച പാരമ്പര്യത്തെ തന്നെ ഉപേക്ഷിച്ചുകൊണ്ട് അധിനിവേശപരം, വൈദേശികമെന്നൊക്കെ വിളിക്കുന്ന ഒരു പാരമ്പര്യത്തെ ഏറ്റെടുക്കണം. ഈ പ്രശ്നത്തെ എങ്ങനെ പരിഹരിക്കാം എന്നതിന് ഇന്ത്യൻ മധ്യവർഗം 19-ാം നൂറ്റാണ്ട് അവസാനവും 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളിലും കണ്ടെത്തിയ ഒരു വഴി എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, പാരമ്പര്യത്തിൻ്റെ കളങ്കമില്ലാത്ത ഒരു മണ്ഡലമായി ഗാർഹികതയെ വിഭാവനം ചെയ്യുക. ഗാർഹിക മണ്ഡലം ഒട്ടും കളങ്കപ്പെടാത്ത, അധിനിവേശത്താലോ ബ്രിട്ടീഷ് ആധിപത്യത്താലോ കൊളോണിയലിസത്താലോ അതിൻ്റെ മൂല്യവ്യവസ്ഥയാലോ ഒന്നും കളങ്കപ്പെടാത്ത ഒരു ആഭ്യന്തര മണ്ഡലമായി ഗാർഹികതയെ നിലനിർത്തുക. പൊതുജീവിതത്തെ ഈ പറയുന്ന കൊളോണിയലിസത്തിൻ്റെ, അധിനിവേശത്തിൻ്റെ പ്രവൃത്തി മേഖലയായി കാണുക. അതുകൊണ്ട് സമരം മുഴുവൻ പൊതുമേഖലയിൽ, പൊതുമണ്ഡലത്തിൽ നടത്തുക, രാഷ്ട്രീയമായി നടത്തുക, സാമ്പത്തികമായി നടത്തുക, സാമൂഹ്യാധികാരത്തിന് വേണ്ടി നടത്തുക, ഗാർഹിക മണ്ഡലത്തെ പരിരക്ഷിക്കുക. ഇങ്ങനെ ഒരു വിഭക്താവസ്ഥ ഇന്ത്യൻ മധ്യവർഗത്തിൻ്റെ വീക്ഷണത്തിൽ രൂപപ്പെട്ടതിൻ്റെ അനന്തരഫലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആധുനികമായി മാറിക്കൊണ്ടിരിക്കുന്ന സമൂഹം ആധുനികതയെ ഒരാന്തരിക മൂല്യമായി സ്വാംശീകരിച്ചില്ല. ആധുനികതയെ ഉപകരണപരമായി പൊതുജീവിതത്തിലും മറ്റു തരത്തിലുള്ള കാര്യങ്ങളിലും, ഭരണത്തിലും, കോടതി വ്യവഹാരത്തിലും, പോലീസിലും, ജോലിയിലും, വാഹനങ്ങളിലും, മറ്റെല്ലാറ്റിലും സ്വീകരിക്കുന്നു. ആധുനികതയെ പക്ഷേ ആന്തരിക മൂല്യമായി സ്വീകരിക്കേണ്ടതില്ല. അതുകൊണ്ട് ആധുനികതയെ ആന്തരിക മൂല്യമായി സ്വീകരിക്കാതെ യാഥാസ്ഥിതികത്വത്തിൻ്റെ ഒരു പ്രബല ലോകം നിലനിർത്തിക്കൊണ്ടാണ് ഈ പറയുന്ന ഇന്ത്യൻ മധ്യവർഗം ഈ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് വന്നതെന്നും, അതുകൊണ്ട് ദേശീയതയ്ക്കുള്ളിൽ തന്നെ
അതിയാഥാസ്ഥിതികത്വത്തിൻ്റെ ഒരു മണ്ഡലത്തിന് ഒരു കളങ്കവും കൂടാതെ നിലനിൽക്കാൻ കഴിഞ്ഞു എന്നും അദ്ദേഹം നിരീക്ഷിക്കുന്നുണ്ട്. ഈ ഗാർഹിക മണ്ഡലത്തിൻ്റെ സംരക്ഷണാധികാരമോ അല്ലെങ്കിൽ നേതൃപദവിയോ ആണ് ഇന്ത്യയിലെ മധ്യവർഗ സ്ത്രീകളെ മുൻനിർത്തി ഭാവന ചെയ്യപ്പെട്ടത്. ഗാന്ധി അടക്കമുള്ള ആളുകൾ സ്ത്രീകൾ സമരത്തിനിറങ്ങാതെ ഗാർഹിക മണ്ഡലത്തിൽ നിലനിൽക്കുകയാണ് വേണ്ടത് എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഇങ്ങനെ ഒരു പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റിൽ കൂടിയാണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഫലത്തിൽ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, പുറമേക്ക് എത്രമേൽ ആധുനികമാകുമ്പോഴും ബ്രിട്ടീഷ് വിരുദ്ധമാകുമ്പോഴും ആ ബ്രിട്ടീഷ് വിരുദ്ധതയുടെ മറപറ്റി യാഥാസ്ഥിതികത്വത്തിൻ്റെ, സവർണതയുടെ, മതാത്മകതയുടെ, ബ്രാഹ്മണ്യത്തിൻ്റെ ഒരു മൂല്യമണ്ഡലത്തിന് നമ്മുടെ ദേശീയ ജീവിതത്തിൻ്റെ ഉള്ളടക്കത്തിൽ വളരെ ഭദ്രമായിട്ട് നിലനിൽക്കാൻ കഴിഞ്ഞു എന്നതാണ് ഒരു അനന്തരഫലമായി വന്നത്. അതുകൊണ്ട് ഒരു ഭാഗത്ത് ആധുനികമാകാൻ ശ്രമിക്കുക, മറുഭാഗത്ത് അതേസമയം തന്നെ ഈ ആധുനികതയ്ക്ക് നേർവിപരീതമായ യാഥാസ്ഥിതികത്വത്തെ സംരക്ഷിച്ച് നിലനിർത്തുകയും ചെയ്യുക എന്നത് ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനത്തിനുള്ളിൽ സംഭവിച്ച ഒരു വൈരുദ്ധ്യമായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നമസ്കാരം സാർ. ഞങ്ങൾ തുടങ്ങി. കേരളത്തെ സംബന്ധിച്ച് ഈ സ്ഥിതിവിശേഷത്തിൽ വലിയ മാറ്റം വന്നത് എങ്ങനെയാണ് എന്ന് വച്ചാൽ, കേരളത്തിലെ ഈ സ്ഥിതിവിശേഷത്തിന് നിർണായകമായ മാറ്റം വന്നു. ആ മാറ്റം വന്നതിൻ്റെ ഒരു അടിസ്ഥാന കാരണം അത് കേരളത്തിലെ ഇടതുപക്ഷവും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും കർഷക പ്രസ്ഥാനങ്ങളുമൊക്കെ കീഴ്ത്തട്ടിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവന്ന ജന്മിവിരുദ്ധമായ പ്രക്ഷോഭങ്ങൾ, നവോത്ഥാനത്തിൻ്റെ മൂല്യങ്ങൾ, അവ നമ്മുടെ ഗാർഹിക മണ്ഡലത്തിലേക്ക് വലിയ തോതിൽ കടന്നു കയറുകയും ആചാരപരമായ ഗാർഹിക മണ്ഡലത്തിനും മൂല്യവ്യവസ്ഥയ്ക്കും അതേപടി തുടരാനാവാത്ത മട്ടിലുള്ളൊരു ആഭ്യന്തര സമ്മർദ്ദം നമ്മുടെ ഗാർഹികതയുടെ ആന്തരിക ഘടനയിൽ ഉണ്ടാക്കുകയും ചെയ്തു. അതുകൊണ്ട് കേരളത്തെ സംബന്ധിച്ച് ദേശീയ പ്രസ്ഥാനം, സ്വാതന്ത്ര്യ സമരം, കർഷക പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ഭൗതികമായ ആധുനികവൽക്കരണം എന്നതിനപ്പുറത്തേക്ക് അവബോധ തലത്തിലുള്ള വമ്പിച്ച പരിവർത്തനങ്ങളായി രൂപാന്തരപ്പെടുകയുണ്ടായി. ഈ രൂപാന്തരപ്പെടലാണ് വാസ്തവത്തിൽ അഖിലേന്ത്യാ തലത്തിലുള്ള ആ ജാതീയതയുടെയോ മതപരമായ വിഭജന സ്വഭാവത്തിൻ്റെയോ വർഗീയമായ വ്യാപനത്തിൻ്റെയോ ഒക്കെ പിടിയിൽ നിന്ന് ഇപ്പോഴും നമ്മെ രക്ഷിച്ചു നിർത്തുന്ന സുപ്രധാനമായ ഘടകം. അതായത് ആധുനികതയുടെ പരിവേഷത്തിനുള്ളിൽ യാഥാസ്ഥിതികത്വത്തിന് ഒളിച്ചു പാർക്കാനായിട്ട് കഴിയുമായിരുന്ന ഒരാഭ്യന്തര മണ്ഡലത്തെ വലിയ തോതിൽ കടന്നാക്രമിച്ചുകൊണ്ടുകൂടിയാണ് കേരളം ആധുനികമായി തീർന്നത്. ഈ ഒരു ഒളിച്ചു പാർക്കുന്ന ഇടമായി ഐക്യകേരളം എന്ന ആശയത്തെ കൊച്ചിത്തമ്പുരാൻ ഉപയോഗിക്കാൻ ശ്രമിക്കുന്ന സന്ദർഭത്തിലാണ് ഇത് ബ്രിട്ടീഷ് കമ്മട്ടത്തിലടിച്ച കള്ളനാണയമാണ് എന്ന നിലയിലേക്ക് ഒരു വിമർശനം EMS ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്തത്. പക്ഷേ 950-കൾക്ക് ശേഷം സ്വാതന്ത്ര്യപ്രാപ്തിക്കും അതിന് പിന്നാലെ ഉണ്ടായ 1-2 പതിറ്റാണ്ടുകൾക്ക് ശേഷമുള്ള നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലേക്ക് ആകമാനം നോക്കിയാൽ നമ്മുടെ ഗാർഹിക മണ്ഡലം എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള നവീകരണത്തിന് വിധേയമാകുന്നതായി കാണാൻ കഴിയില്ല. ഒട്ടും മാറിയിട്ടില്ല എന്ന് ഞാൻ പറയുകയല്ല. ആ മാറ്റം ഉണ്ടായത് സാമൂഹികമായ ബോധപൂർവമായ ഇടപെടൽ എന്നതിനേക്കാൾ സാങ്കേതികമായ പരിവർത്തനങ്ങൾ, സാമ്പത്തികമായ മാറ്റങ്ങളൊക്കെ കൊണ്ടാണ്. ഇപ്പോൾ വളരെ സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽ ഫോണിൻ്റെ സാർവത്രിക വ്യാപനം നമ്മുടെ കുടുംബഘടനയെ കുറേ മാറ്റിയിട്ടുണ്ട്. എത്രമേൽ പിടിച്ചു അടക്കാൻ ശ്രമിച്ചാലും അടങ്ങാത്ത മട്ടിലുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു മണ്ഡലം വാസ്തവത്തിൽ മൊബൈൽ മനുഷ്യർക്ക് നൽകിയിട്ടുണ്ട്. നമ്മൾ മൊബൈലിനെ ആകെ നെഗറ്റീവായിട്ടാണ് പറയുക. ഞാനൊരു കാര്യം പറയാം, നമ്മുടെ സ്ത്രീകൾക്ക് അവരുടേത് മാത്രമായ ഒരു പ്രൈവറ്റ് സ്പേസ് കിട്ടുന്നതിൽ ഏറ്റവും വലിയ പങ്കുവഹിച്ചത് ഈ മൊബൈലാണ്. അതുവരെ ഈ പറയുന്ന പുരുഷകേസരികളുടെ നോട്ടത്തിലും നിയന്ത്രണത്തിലും അല്ലാതെ ഈ പ്രതാപികളായ പുരോഗമനവാദികൾ കൂടിയായ പുരുഷാധികാരികളുടെ നോട്ടത്തിനും നിയന്ത്രണത്തിലും അല്ലാതെ എവിടെയാണ് സ്ത്രീകൾക്ക് ഗാർഹിക മണ്ഡലത്തിൽ ഇടമുണ്ടായിരുന്നത്, സ്വാധികാരം ഉണ്ടായിരുന്നത്?
അപ്പോൾ ഈ മൊബൈൽ, ഞാൻ പറഞ്ഞത് ഇത് ബോധപൂർവം വന്നത് എന്നതിനേക്കാൾ സാങ്കേതികത കുറേ കാര്യങ്ങളെ തള്ളി മാറ്റുമല്ലോ. സാങ്കേതികത നമ്മളറിയാതെ തന്നെ ഇപ്പം തീവണ്ടി ബസ് വന്നാൽ പിന്നെ അയിത്തം ആചരിക്കാൻ പ്രയാസമാണ്. കാരണം ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് ഇരിങ്ങാലക്കുടക്ക് ഒരു ബസ് പോകുന്നല്ലാതെ തൃശ്ശൂരിൽ നിന്ന് ഇരിങ്ങാലക്കുടക്ക് നായന്മാർക്ക് മാത്രം പോകാനൊരു ബസ് ഇടാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് വീട്ടിൽ അയിത്തം ആചരിക്കാന്നല്ലാതെ ബസ്സിൽ അയിത്തം പറ്റൂല. അത് നിങ്ങളുടെ ഔദാര്യമൊന്നുമല്ല, സാമൂഹിക സമ്മർദ്ദം ഉണ്ടാക്കുന്ന ഒരു മാറ്റമാണ്. അത്തരം മാറ്റങ്ങൾ ഉണ്ടായി എന്നുള്ളത് ശരിയാണ്, അത്തരം മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനപ്പുറം എന്ന് നോക്കിയാൽ വാസ്തവത്തിൽ സാമൂഹ്യ ജീവിതത്തിൽ നിന്ന് നമ്മൾ ഒഴിവാക്കിയെന്ന് കരുതുന്ന മിക്കവാറും മൂല്യങ്ങൾ നമ്മുടെ ഗാർഹിക മണ്ഡലത്തിനകത്ത് പല രൂപത്തിൽ ഇടം പിടിക്കുകയാണ്. ഇത് വളരെ ഗുരുതരമായൊരു സാമൂഹ്യ പ്രശ്നം. കേരളത്തെ സംബന്ധിച്ചിന്ന് മതനിരപേക്ഷ കേരളം എന്ന ആശയം നേരിടുന്ന വെല്ലുവിളി ഞാൻ കരുതുന്നത് വളരെ പ്രത്യക്ഷത്തിലുള്ള രാഷ്ട്രീയമായ കടന്നാക്രമണങ്ങളെക്കാൾ അവബോധ തലത്തിലെ ഈ അട്ടിമറിയാണ്. കേരളത്തിൻ്റെ ഇന്നത്തെ ഇടതുപക്ഷാവസ്ഥയുടെ സവിശേഷമായ ഒരു സ്വഭാവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ സംഘാടനത്തിനും ഇടതുപക്ഷത്തിൻ്റെ ഭരണത്തിനും സംഘടനാ രൂപങ്ങൾക്കും ഒക്കെ നിർണായകമായ സ്വാധീനമുള്ളപ്പോൾ തന്നെ അങ്ങേയറ്റം വലതുപക്ഷപരമായ ജീവിത വീക്ഷണത്തിന്, സാംസ്കാരിക അവബോധത്തിന് അത്യാവശ്യം നല്ല പ്രാബല്യം നമ്മുടെ കേരളത്തിലുണ്ട്. നോക്കൂ, 5 ലക്ഷം ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കുന്ന സംസ്ഥാന ഭരണകൂടമുണ്ട് ഇവിടെ. ലോകത്തെവിടെ ഉണ്ടാവില്ല. 5 ലക്ഷം പേർക്ക് വീട് വെച്ച് കൊടുത്തിരിക്കുന്നു. കഴിഞ്ഞ 30 വർഷത്തെ കേരളത്തിൻ്റെ ചരിത്രം എടുത്താൽ ഇടതുപക്ഷത്തിൻ്റെ മുൻകൈയിൽ നടന്ന മാറ്റങ്ങൾ അത്ഭുതകരമായ മാറ്റങ്ങളാണ്. അത് ജനകീയ ആസൂത്രണമാകാം, സമ്പൂർണ്ണ സാക്ഷരതയാകാം, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ലൈഫ് മിഷനാകാം, അല്ലെങ്കിൽ നമ്മുടെ ഹരിതകർമ്മസേന പോലെ ഇപ്പം നടക്കുന്ന പ്രവർത്തനങ്ങളാകാം, കുടുംബശ്രീ ആകാം. കീഴ്ത്തട്ടിലേക്ക് നോക്കൂ, എത്ര വലിയ മാറ്റമാണ്. ഏറ്റവും അധസ്ഥിതരായ മനുഷ്യർക്ക് സാമൂഹ്യ അന്തസ്സും സ്വാഭിമാനവും ഉറപ്പാക്കി കൊടുക്കാൻ കഴിയുന്ന എത്രയോ വലിയ മുന്നേറ്റങ്ങളാണ് വാസ്തവത്തിൽ ചെറുതും വലുതുമായ രൂപത്തിൽ നടക്കുന്നത്. 60 ലക്ഷം മനുഷ്യർക്ക് സാമൂഹ്യക്ഷേമ പെൻഷൻ നൽകാൻ കഴിയുന്നു എന്നുള്ളത് ചെറിയ കാര്യമൊന്നുമല്ല. അത്തരത്തിൽ ഏറ്റവും കീഴ്ത്തട്ട് ജീവിതത്തെയും അടിസ്ഥാന സൗകര്യങ്ങളെയും, നമ്മുടെ റോഡുകൾ, നമ്മുടെ ആശുപത്രികൾ, നമ്മുടെ വിദ്യാലയങ്ങൾ ഒക്കെ നോക്കിയാൽ, ഇപ്പോൾ IMR ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന നിലവാരത്തിലേക്ക് കേരളത്തിലെത്തിയിട്ടുണ്ട്. ഞാൻ അടുത്തിടയ്ക്ക് കണ്ടത് 5 എന്നാണ്. 1000 കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ എത്ര കുഞ്ഞുങ്ങൾ മരിക്കുന്നു എന്നതാണല്ലോ IMR ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്. അഖിലേന്ത്യാ ശരാശരി 28 മറ്റാണ്. മധ്യപ്രദേശിലും ഉത്തർപ്രദേശിലും 49, 52 ഒക്കെയാണ്. കേരളത്തിൽ അത് 5. ഏറ്റവും ഉയർന്ന ലോക നിലവാരത്തിലാണ് കേരളം അത് എത്തി നിൽക്കുന്നത്. പക്ഷേ ഈ IMRലെത്തിയ കേരളത്തിൽ തന്നെ നമ്മുടെ ഒരു പഞ്ചായത്തിൽ നരബലി നടക്കും. ഈ IMR 5-ലെത്തിയ കേരളത്തിൽ തന്നെ സ്ത്രീധനത്തിൻ്റെ പേരിൽ ഭാര്യയെ കൊല്ലാൻ ആളുകൾക്ക് ഒരു പ്രയാസമില്ല. ഈ IMR 5-ലെത്തിയ കേരളത്തിൽ തന്നെ ആർത്തവം അശുദ്ധമാണെന്ന് പറഞ്ഞ് 10,000 സ്ത്രീകൾക്ക് റോട്ടിലിറങ്ങാൻ പറ്റും. അങ്ങനെ റോട്ടിലിറങ്ങിയ ആളുകളിൽ MSc സുവോളജിക്കാരും ഉണ്ട്. അപ്പോൾ ഈ സുവോളജിക്ക് എന്ത് പറ്റി? ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. നിങ്ങൾ MSc സുവോളജി പാസ്സായതിനു ശേഷം ആർത്തവ അശുദ്ധാണ്, റെഡി ടു വെയിറ്റ് എന്ന് പറഞ്ഞ് ലക്ഷക്കണക്കിന് ആളുകൾ ഇറങ്ങുമ്പോൾ പാഴായിപ്പോയത് എന്താ? പാഴായിപ്പോയത് നമ്മളുണ്ടാക്കിയ വിജ്ഞാന വ്യവസ്ഥയാണ്. ഞാൻ പറയുന്നത് കേരളത്തിനകത്തുള്ളൊരു കോൺട്രഡിക്ഷനാണ്. അതായത് നമ്മുടെ ഭൗതിക വികാസവും നമ്മുടെ വിജ്ഞാന വികാസവും ഏതാണ്ട് ഉപകരണപരമായി തീരുകയും അവബോധപരമായി അത് നമ്മെ സ്പർശിക്കാത്ത മട്ടിലാവുകയും ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് ഇത് ഉപകരണപരം മാത്രമായി അവബോധപരമായില്ല എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം വ്യക്തിപരമായി ഞാൻ കരുതുന്നത് ഈ ഗാർഹിക മണ്ഡലത്തിലാണ്. കാരണം ഗാർഹികതയുടെ മണ്ഡലത്തിൽ നിങ്ങൾക്ക് മതനിരപേക്ഷതയെയോ ജാതിവിരുദ്ധതയെയോ സമത്വഭാവനയെയോ തുല്യതാബോധത്തെയോ സംരക്ഷിക്കേണ്ടതില്ല എന്ന് പരിശീലിക്കുന്ന ഒരാൾ, ഒരു കുഞ്ഞ് ഇത് പുറത്ത് നാട്ടി പറയാനുള്ള കാര്യമാണെന്ന് സ്വയമേവ സ്വാംശീകരിക്കും. അതുകൊണ്ട് നമ്മുടെ മതനിരപേക്ഷതയ്ക്ക് ഏൽക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്ന്, വാസ്തവത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, കേരളത്തിൽ ഹിന്ദുത്വം ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 19% വോട്ട് നേടിയല്ലോ. എന്ന് വെച്ചാൽ 5-ൽ-1 വോട്ടാണ് കേട്ടോ. 5-ൽ-1 വോട്ടാണ്. 25% എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നിർണായകമായ രാഷ്ട്രീയ മാറ്റമായി മാറുകയും ചെയ്യും. ഈ വോട്ടിലേക്ക് അവരെത്തിയത് എങ്ങനെയാണ്?
കേരളത്തിൽ ഏതെങ്കിലും ഒരു അടിസ്ഥാന പ്രശ്നം മുൻനിർത്തി ഒരു സമരവും ചെയ്തിട്ടല്ല. തൊഴിലില്ലായ്മയ്ക്കെതിരെയോ കാർഷിക പ്രശ്നത്തിനെതിരെയോ റബ്ബറിൻ്റെ വിലക്കുറവിനെതിരെയോ അല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു അടിസ്ഥാന പ്രശ്നത്തെ മുൻനിർത്തി സമരം ചെയ്തിട്ടല്ല. മറിച്ച് ഈ പറയുന്ന വിഭാഗീയതയെയും വിദ്വേഷത്തെയും വലിയ തോതിൽ വ്യാപിപ്പിച്ചിട്ടാണ്. ഈ വ്യാപനം അരങ്ങേറുന്നത് ഏത് മണ്ഡലം വഴിയാണ്? പൊതുയോഗം വഴിയല്ല, ജാഥ വഴിയല്ല, മറിച്ച് നമ്മുടെ ഗാർഹിക മണ്ഡലങ്ങളെ കേന്ദ്രീകരിക്കുന്ന പുതിയ കൂട്ടായ്മകൾ വഴിയാണ്. വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയാണ് പ്രധാനപ്പെട്ട ഒരു സ്ഥാപനം. അതുവഴി പല രൂപത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ സാംസ്കാരിക അവബോധത്തിൻ്റെ തലത്തിൽ സമ്പൂർണമായ ഒരു തലതിരിച്ചിടൽ നടത്താൻ പറ്റുന്ന മട്ടിലുള്ള ഒരു വലിയ മുൻകൈ വലതുപക്ഷ വീക്ഷണങ്ങൾക്ക് കൈവരുന്നു. ഇപ്പോൾ ഒരു യുദ്ധം വരുമ്പോൾ യുദ്ധം വേണ്ട എന്ന് പറയാനായിട്ട് ആയിരക്കണക്കിന് ആളുകൾ റോട്ടിലിറങ്ങുന്ന ഒരു പാരമ്പര്യം കേരളത്തിന് എന്നും ഉണ്ടായിരുന്നു. ഇപ്പം യുദ്ധം വേണ്ടെന്ന് പറഞ്ഞവനെതിരെ രംഗത്തിറങ്ങാനാണ് ആളുകൾ ഇങ്ങനെ ഉത്സാഹപൂർവ്വം ഇറങ്ങിയത്. യുദ്ധം വേണ്ടെന്ന് സ്വരാജ് പോസ്റ്റ് ഇട്ടിട്ട് സ്വരാജിൻ്റെ മക്കിട്ട് കയറാനായിരുന്നു മൊത്തത്തിലൊരു വാസന. ഇതെങ്ങനെ സംഭവിക്കുന്നു? ഞാൻ പറയുന്നത് വലതുപക്ഷ ബോധം, മതനിരപേക്ഷ വിരുദ്ധമായ വർഗീയ ബോധം എന്ന് പറയുന്നത് വർഗീയതയുടെ പ്രത്യക്ഷ രൂപത്തിൽ രാഷ്ട്രീയ രൂപത്തിൽ തന്നെ കടന്നു വരണമെന്നൊന്നുമില്ല. ഞാൻ അതുകൊണ്ടാണ് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കഥ പറഞ്ഞത്. ദേശീയ പ്രസ്ഥാനത്തിനുള്ളിൽ യാഥാസ്ഥിതികത്വം വേരുപിടിച്ച് നിന്നത്, വർഗീയത വേരുപിടിച്ച് നിന്നത് ഹിന്ദു മഹാസഭയിൽ അംഗത്വം കൊണ്ടല്ല, മറിച്ച് ഗാർഹികതയുടെ മണ്ഡലത്തെ പാരമ്പര്യ മൂല്യങ്ങൾക്ക് പുറത്തു കൊണ്ടുവരേണ്ടതില്ല എന്ന വീക്ഷണത്തിൻ്റെ ബലത്തിലാണ്. ഇത് പിന്നെ ഹിന്ദു മഹാസഭയാവും. ഹിന്ദു മഹാസഭ ഉണ്ടാവുന്നതിന് മുമ്പ് ഇതവിടെയുണ്ട്. കാരണം നിങ്ങൾ അടിസ്ഥാന ഘടനയ്ക്കകത്തുള്ള ഈ പൊളിച്ചുപണിയിൽ നടത്തിയില്ലെങ്കിൽ അത് സുപ്രധാനമായൊരു പരാധീനതയായി മാറും എന്ന തിരിച്ചറിവ് കൊണ്ടുകൂടിയാണ് കൊച്ചി രാജാവിൻ്റെ ഐക്യകേരള പ്രഖ്യാപനത്തെ തള്ളി അത് ബ്രിട്ടീഷ് കമ്മട്ടത്തിലടിച്ച കള്ളനാണയം എന്ന നിലപാടെടുത്ത് ആധുനിക കേരളം മതനിരപേക്ഷമാകണം, ജനാധിപത്യപരമാകണം, സമത്വാധിഷ്ഠിതമാകണം എന്ന ഒരു സങ്കല്പത്തെ കേരളം എന്ന ആശയവുമായി ബന്ധിപ്പിക്കാനായിട്ട് EMS ആ ലേഖനത്തിൽ തുനിഞ്ഞത്. ഞാനത് ഒരു സന്ദർഭം എന്ന നിലയിൽ എന്താണ് നമ്മൾ നേരിടുന്ന പ്രശ്നം എന്ന് സൂചിപ്പിക്കാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. രണ്ടാമത്തെ ഒരു കാര്യം കൂടി, ഇപ്പം മതനിരപേക്ഷത എന്ന വാക്ക് EMS എപ്പോഴും നിർബന്ധബുദ്ധി പുലർത്തിയിരുന്ന ഒരു കാര്യമാണ്. മതേതരം എന്നല്ല, മതനിരപേക്ഷം എന്നാണ് പറയേണ്ടത്. മതേതരം എന്ന വാക്ക് ഉപയോഗിക്കാതെ അദ്ദേഹം എപ്പോഴും മതനിരപേക്ഷം എന്ന വാക്ക് ഉപയോഗിക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ അക്കാലത്തെ എഴുത്തുകളിലൊക്കെ ഇത് ധാരാളമായി പറയും. മതേതരം എന്ന് പറയുന്നതും മതനിരപേക്ഷം എന്ന് പറയുന്നതും തമ്മിൽ ഊന്നലിലുള്ള ഒരു ചെറിയ വ്യത്യാസം. മതേതരം എന്ന് പറയുന്ന സമയത്ത് ഇപ്പം നമ്മൾ സസ്യേതര ഭക്ഷണം, മാംസേതര ഭക്ഷണം എന്ന് പറയുമ്പോൾ അതല്ലാത്തത് എന്നൊരു നിഷേധധ്വനിയുണ്ട്. മാംസേതര ഭക്ഷണം എന്ന് പറഞ്ഞാൽ വെജിറ്റേറിയനാണ്, സസ്യേതര ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാംസഭക്ഷണമാണ്, നിഷേധിക്കുന്നുണ്ട്. ഇന്ത്യൻ സാഹചര്യങ്ങളെ സംബന്ധിച്ച് മതനിരപേക്ഷം എന്ന് പറയുന്നത് സമ്പൂർണമായ മതനിരാസം അല്ല. ഇത് നമ്മൾ വളരെ സാധാരണമായി പറയുന്നതാണ്. പക്ഷേ അത് പ്രായോഗിക തലത്തിൽ അതിനെ വൈരുദ്ധ്യാത്മകമായി ഒരു വീക്ഷണമാക്കി മാറ്റുകയും അതിനെ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം മതത്തെക്കുറിച്ച് മാർക്സ് പറഞ്ഞ ഏറ്റവും മൗലികമായ ഒരു നിരീക്ഷണം എന്താണെന്ന് വെച്ചാൽ, ഒരവസ്ഥയെക്കുറിച്ചുള്ള മിഥ്യാധാരണയെ നിങ്ങൾക്ക് ഒഴിവാക്കണമെങ്കിൽ മിഥ്യാധാരണകൾ ആവശ്യമായി വരുന്ന അവസ്ഥകളെ ഒഴിവാക്കണം. മതവും ദൈവവും മിഥ്യാധാരണയാണെന്ന് മാർക്സിസ്റ്റുകൾ കരുതുന്നു, സംശയമില്ല. പക്ഷേ അത് മനുഷ്യരുടെ തലയിൽ പൊട്ടിമുളച്ച തെറ്റായ ചില തോന്നലുകളാണ് എന്നല്ല മാർക്സിസ്റ്റുകൾ കരുതുന്നത്. ചരിത്രത്തിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന്, ഭൗതിക ബന്ധങ്ങളിൽ നിന്ന് രൂപപ്പെട്ടു വരുന്ന ആശയവ്യവസ്ഥകളാണ്. ഭൗതിക ബന്ധങ്ങളിൽ നിന്ന് രൂപപ്പെട്ടു വരുന്ന ആശയവ്യവസ്ഥകളാണ് എങ്കിൽ അടിസ്ഥാന പ്രശ്നം ഭൗതിക ബന്ധങ്ങളാണ്, അതിൽ നിന്ന് രൂപപ്പെട്ടു വന്ന ആശയവ്യവസ്ഥകൾ മാത്രമല്ല. അതുകൊണ്ടാണ് മാർക്സിൻ്റെ സുപ്രസിദ്ധമായ നിരീക്ഷണം, ഇഫ് യു വാണ്ട് ടു അവോയ്ഡ് എ സിറ്റുവേഷൻ about an existing state of affair, you have to avoid the situations. You have to avoid the state of affair which demands an illusion. മിഥ്യാധാരണയും സാമൂഹ്യാവസ്ഥയും തമ്മിൽ ബന്ധമുണ്ട്. സാമൂഹ്യ ബന്ധങ്ങളിൽ നിന്ന് മിഥ്യാധാരണകൾ ജനിക്കുന്നെങ്കിൽ
ആ സാമൂഹ്യ ബന്ധങ്ങളെ അതേപടി നിലനിർത്തിയിട്ട് മിഥ്യാധാരണകളെ മാത്രമായിട്ട് മാറ്റാൻ പറ്റില്ല. കാരണം ധാരണകൾ, ആശയവ്യവസ്ഥകൾ എന്ന് പറയുന്നത് ആളുകളുടെ തലച്ചോറിൽ തെറ്റായ അറിവുകൾ എന്ന നിലയിൽ കുടിപാർക്കുന്നതല്ല, ജീവിതത്തിൽ വേരുള്ള സംഗതികളാണ്. ഈ വേരിനെ തൊടാതെ നിങ്ങൾക്ക് ആശയങ്ങളെ മാറ്റാൻ പറ്റില്ല. മതനിരപേക്ഷത എന്ന് പറയുന്നത് നമ്മുടെ ഭൗതിക ജീവിത പ്രയോഗങ്ങളുടെ സൂക്ഷ്മസ്ഥലങ്ങളിലേക്ക് നിരന്തരം കൊണ്ടുവന്നുകൊണ്ട് മാത്രമേ നമുക്ക് മതനിരപേക്ഷതയെ രാഷ്ട്രീയ ആശയമായിട്ടും സാമൂഹ്യ ആശയമായിട്ടും ഉറപ്പിച്ചു നിർത്താൻ പറ്റും. ലളിതമായി പറഞ്ഞാൽ അതല്ലാതെ സെമിനാർ കൊണ്ട് മാത്രം പരിഹരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പണ്ട് ഞങ്ങളുടെ സർവകലാശാലയിലെ വൈസ് ചാൻസലറായിരുന്ന പണിക്കര് മാഷ് എപ്പോഴും പറയുന്ന ഒരു വാക്യമുണ്ട്. മാഷ് പറയും, നിങ്ങൾക്ക് വർഗീയതയെ ജാഥ നടത്തി തോൽപ്പിക്കാൻ പറ്റില്ല. മാഷ് അതിന് കാരണമായിട്ട് പറയണത് എന്താണെന്ന് വെച്ചാൽ, ജാഥയിലും വേണ്ടത്ര വർഗീയവാദികളുണ്ടാവും. അത് വിശ്വഹിന്ദു ബി ജെ പിക്കാരോ ജാഥയിൽ വന്ന് കയറുന്നതല്ല, മറിച്ച് ഇന്ത്യൻ വർഗീയതയുടെ വേരുകളെ ചരിത്രപരമായിട്ടും സാമൂഹ്യശാസ്ത്രപരമായിട്ടും അവബോധപരമായിട്ടും തിരിച്ചറിയാതെ നിങ്ങൾക്ക് വർഗീയതയെ ചെറുക്കാനോ മതനിരപേക്ഷതയെ ഉറപ്പിച്ചെടുക്കാനോ കഴിയില്ല. ഞാനിതിൻ്റെ മുഴുവൻ വിശദാംശങ്ങളും പറയാതെ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. എവിടെയാണ് ഇന്ത്യൻ വർഗീയതയുടെ വേരുകൾ കിടക്കുന്നത്? അമർത്യാസനെ പോലുള്ള ഒരു വലിയ ചിന്തകൻ ഇന്ത്യയുടെ പാരമ്പര്യ സങ്കല്പം ആധുനിക കാലത്ത് വികസിച്ചു വന്നപ്പോൾ അതിലുള്ളടങ്ങിയ 3 തരം ഒഴിച്ചു നിർത്തലുകളെക്കുറിച്ച് പറയുന്നുണ്ട്. വാട്ട് ഈസ് ഇന്ത്യൻ ട്രഡീഷൻ എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഇന്ത്യൻ ട്രഡീഷനെക്കുറിച്ചുള്ള മോഡേൺ അണ്ടർസ്റ്റാൻഡിങ്, ആധുനിക ധാരണ 3 തരത്തിലുള്ള എക്സ്ക്ലൂഷൻസിനെ ഉയർത്തിക്കൊണ്ടുവന്നു. ഒരു ഭാഗത്ത് അത് ഹൈന്ദവേതരമെന്നോ ബ്രാഹ്മണേതരമെന്നോ വിളിക്കാവുന്ന മതപാരമ്പര്യങ്ങളെ ദേശീയ പാരമ്പര്യമായി കണ്ടില്ല. 2, തദ്ദേശീയ ജനസമൂഹങ്ങൾ വികസിപ്പിച്ചു കൊണ്ടുവന്ന വിജ്ഞാന വൈഭവങ്ങളെ ദേശീയമായി കണ്ടില്ല. 3, ഭൗതികമായ വിജ്ഞാന പാരമ്പര്യത്തെ ദേശീയമായി കണ്ടില്ല. ഇപ്പോൾ ഭൂമി സൂര്യനെ ചുറ്റിക്കറങ്ങുകയാണ് എന്ന് പറയുന്ന ഒരു ജ്യോതിശാസ്ത്രജ്ഞാന പാരമ്പര്യം ക്രിസ്തുവർഷം 5-ാം നൂറ്റാണ്ടിൽ ആര്യഭടീയത്തിലുണ്ട്. ആര്യഭടൻ കേരളീയനാണെന്ന് ചിലരെങ്കിലും വിശ്വസിക്കുന്നുമുണ്ട്. അശ്മകദേശക്കാരനാണ്, കൊടുങ്ങല്ലൂരാണെന്നാണ് കൊടുങ്ങല്ലൂരുകാരുടെ ഒരു വാദം. അല്ലെങ്കിൽ നമ്മുടെ വടശ്ശേരി പരമേശ്വരനെ പോലെ, സംഗമഗ്രാമ മാധവനെ പോലെ എത്രയോ ഉന്നതമായ, ഇപ്പം ഇൻഫിനിറ്റ് സീരീസിനെ കുറിച്ച് 14-ാം നൂറ്റാണ്ടിൽ പറയാൻ കഴിഞ്ഞ ഒരാളായിരുന്നു സംഗമഗ്രാമ മാധവൻ, അനന്തശ്രേണിയെക്കുറിച്ച്. അത് ചെറിയൊരു കാര്യമല്ല. പക്ഷേ സംഗമഗ്രാമ മാധവൻ, ഞാൻ പറയുക ശങ്കരാചാര്യരെന്ന് പറയുന്ന പോലെ തന്നെ പറയാവുന്ന ഒരു പേരാണ് സംഗമഗ്രാമ മാധവൻ. അത്രയും വലിപ്പമുണ്ട്. മധ്യകാല കേരളത്തിലെ ഗണിതത്തിൽ നിന്നാണ് കാൽക്കുലസിൻ്റെ തത്വങ്ങൾ യൂറോപ്പിന് കൈവന്നത് എന്ന് നമ്മുടെ ജോർജ് ഗീവർഗീസ് ജോസഫ് വാദിക്കുന്നുണ്ട്. മസാച്യുസെറ്റ്സിലെ ഗണിതശാസ്ത്രജ്ഞനാണ് അദ്ദേഹം. ഇൻഫിനിറ്റി, പാസേജ് ടു ഇൻഫിനിറ്റിയും ക്രസ്റ്റ് ഓഫ് പീക്കോക്കും ഒക്കെ എഴുതിക്കൊണ്ട് അതിൽ അദ്ദേഹം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ജെസ്യൂട്ട് പുരോഹിതന്മാർ വഴി മധ്യകാല കേരളത്തിലെ ഗണിത വിജ്ഞാനം യൂറോപ്പിന് കൈമാറിക്കിട്ടിയതിൻ്റെ ബലത്തിലാണ് ഇൻഫിനിറ്റ് സീരീസിനെ കുറിച്ചും കാൽക്കുലസിനെ കുറിച്ചുമുള്ള അടിസ്ഥാന ആശയങ്ങൾ യൂറോപ്യൻ ഗണിതശാസ്ത്രം വികസിപ്പിച്ചെടുത്തതെന്നാണ്. അത് സാർവത്രികമായി സമ്മതിക്കപ്പെട്ടിട്ടില്ല. പക്ഷെ അങ്ങനെ ഒരു വാദം വരെ ഉണ്ട്. അത് ശരിയോ തെറ്റോ ആവട്ടെ, ഞാൻ അതിലേക്കല്ല കടക്കുന്നത്. ഇത്രയും പ്രബലമായ ഗണിത പാരമ്പര്യം ഉണ്ടാക്കിയ കേരളത്തിൽ ആ ഗണിത പാരമ്പര്യത്തിൻ്റെ ഉദ്ഘാടകരിൽ ആരുടെയെങ്കിലും പേര് നമ്മുടെ പൊതുബോധത്തിലുണ്ടോ? നീലകണ്ഠ സോമയാജി എന്ന് പറഞ്ഞാൽ, വടശ്ശേരി പരമേശ്വരൻ എന്ന് പറഞ്ഞാൽ, സംഗമഗ്രാമ മാധവൻ എന്ന് പറഞ്ഞാൽ നാം ആരും അറിയില്ല. ശങ്കരാചാര്യർ എന്ന് പറഞ്ഞാൽ എല്ലാ പഞ്ചായത്തിലും അറിയാം. എന്ത് ചെയ്തിട്ടാണെന്ന് ചോദിച്ചാൽ, വിവേകാനന്ദൻ ശങ്കരനെ കുറിച്ച് പറഞ്ഞൊരു വാക്യമുണ്ട്. ശങ്കരനെ നോക്കൂ, എന്തൊരു തർക്കബുദ്ധിയാണ്, എന്തൊരു പാണ്ഡിത്യമാണ്, പക്ഷെ കാരുണ്യമില്ല. ഈ കാരുണ്യമില്ലാത്ത കേവല താർക്കികതയായി നമ്മുടെ ബൗദ്ധിക പാരമ്പര്യത്തെ വഴിതിരിച്ചു വിട്ട് ഇന്ത്യയിലെ ശാസ്ത്രചരിത്രം എഴുതിയ ഏറ്റവും പ്രധാനപ്പെട്ട പണ്ഡിതന്മാരിൽ ഒരാളായ ദേവിപ്രസാദ് ചതോപാധ്യായ, അദ്ദേഹവും ഇന്ത്യൻ രസതന്ത്രത്തിൻ്റെ ചരിത്രം എഴുതിയ ആചാര്യ PC റായ്, പ്രഫുല്ലചന്ദ്ര റായ്, അദ്ദേഹവും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ശങ്കരൻ്റെ ബ്രഹ്മസത്യം ജഗന്മിഥ്യാ സിദ്ധാന്തമാണ് ഇന്ത്യയിലെ ഭൗതിക വിജ്ഞാനത്തിൻ്റെ മുരടിച്ചയ്ക്ക് തകർച്ചയ്ക്ക് വഴിവെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആശയം എന്നാണ്. ബ്രഹ്മസത്യം ജഗന്മിഥ്യ.
അങ്ങനെയാണെങ്കിൽ പിന്നെ രസതന്ത്രത്തെക്കുറിച്ചും മാത്തമാറ്റിക്സിനെ കുറിച്ചും ജ്യോതിശാസ്ത്രത്തെക്കുറിച്ചും ഒന്നും അല്ലല്ലോ പ്രശ്നം. ആത്മാവിന് എന്ത് സംഭവിക്കുന്നു എന്നാണല്ലോ. ജീവാത്മാവും പരമാത്മാവും തമ്മിൽ കൂട്ടിമുട്ടിയാൽ എന്ത് സംഭവിക്കുന്നുള്ളതായിരുന്നു പ്രശ്നം. അല്ലാതെ അണുവീകരണം വരുമോ, അണുക്കളുണ്ടോ, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള അറിവുണ്ടോ. ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാരമ്പര്യ ബോധം എന്ന് പറയുന്നത് എങ്ങനെയാണ് അടിസ്ഥാനപരമായി മതവൽക്കരിക്കപ്പെട്ടത്. അത് നിങ്ങൾ സ്വയമേവ മതം എന്ന് പറഞ്ഞുകൊണ്ടൊന്നുമല്ല, മറിച്ച് മാപ്പിളപ്പാട്ട് മാപ്പിളയുടെ പാട്ടാവുകയും സോപാന സംഗീതം കേരളീയ സംഗീതമാവുകയും ചെയ്യും. ഇപ്പോഴും ചുമർ ചിത്രങ്ങൾ എന്ന് പറഞ്ഞാൽ അമ്പല ചുമരിലെ ചിത്രമാണ്. അത്ര തന്നെ പാരമ്പര്യമുള്ള പള്ളി ചിത്രങ്ങൾ കേരളത്തിൽ എത്രയെങ്കിലും ഉണ്ട്. പക്ഷേ പള്ളിയിൽ ചിത്രം ഉണ്ടെന്നറിയാവുന്ന നാട്ടുകാർ വളരെ വളരെ കുറവാണ്. ഈ നിലയിലുള്ള ഒഴിച്ചു നിർത്തലുകൾ നമ്മുടെ ദേശീയ ഭാവനയ്ക്കകത്ത് വേരുപിടിച്ചു എന്നും ഈ വേരുപിടിക്കലാണ് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സ്വാഭാവിക അധികാരികൾ തങ്ങളാണ് എന്ന വർഗീയവാദികളുടെ കാഴ്ചപ്പാടിന് ആധാരമാകുന്നത് എന്നുമാണ് അമർത്യാസൻ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം. ഇത് കേരളത്തിലും ബാധകമാണ്. കേരളത്തിൻ്റെ വൈവിധ്യപൂർണമായ പാരമ്പര്യങ്ങളിൽ നിന്ന് കേരളീയമെന്ന, ഞാനിത് EMSൻ്റെ ആദ്യത്തെ ഉദാഹരണം എടുത്തു പറഞ്ഞത് മതാത്മകമായ മധ്യകാല മതാത്മകതയുടെ പാരമ്പര്യത്തെ കേരളീയമെന്ന നിലയിൽ അവതരിപ്പിക്കാൻ കൊച്ചി രാജാവ് ശ്രമിക്കുന്ന സമയത്താണ് ഇത് ബ്രിട്ടീഷ് കമ്മട്ടത്തിലടിച്ച കള്ളനാണയമാണെന്ന് നിശ്ചിതമായ വിമർശനം EMS ഉയർത്തിയത്. ആ വിമർശനത്തിൻ്റെ പാരമ്പര്യം നാം എടുക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ മതനിരപേക്ഷത, മതേതരം എന്നതിൽ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിലകൊള്ളുകയും മതേതരം എന്ന വാക്കിനെ അദ്ദേഹം ഒഴിച്ചു നിർത്തുകയും ചെയ്തത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാന പ്രശ്നം ഭൗതിക ജീവിത ബന്ധങ്ങളാണ്. താർക്കികമായി നാം ഏറ്റുമുട്ടി പരാജയപ്പെടുത്താൻ തുനിയുന്ന ഈ ദൈവവിശ്വാസമോ മതബോധമോ ഒന്നും അല്ല. ഞാനിത് രണ്ടും പറയുന്നത് എന്താണ് മതത്തോട് നാം സ്വീകരിക്കേണ്ട സമീപനം എന്നതിനെക്കുറിച്ച് പൊതുസമൂഹത്തിലും നമുക്കും ഇപ്പോഴും അവ്യക്തത പലതലത്തിലുണ്ട് എന്നതുകൊണ്ട് കൂടിയാണ്. ഒരു ഭാഗത്ത് മതമെന്നതേ തെറ്റായ ഒരു കാര്യമാണെന്നും എല്ലാ വിശ്വാസങ്ങളും ഈ നിലയിൽ അബദ്ധജടിലങ്ങളാണ് എന്നും വാദിക്കുന്ന ഒരു താർക്കികതയുടെ അന്തരീക്ഷം കേരളത്തിലുണ്ട്. നവനാസ്തികത്വം എന്നെല്ലാമുള്ള പേരിൽ വലതുപക്ഷ ഹിന്ദുത്വത്തിൻ്റെ പിണിയാളുകളായി മാറുന്ന ആളുകൾ യുക്തിവാദത്തിൻ്റെ വേഷമണിഞ്ഞ് രംഗത്തെത്തുന്നതും നമ്മൾ കാണുന്നുണ്ട്. നോക്കൂ, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട യുക്തിവാദികളിൽ ഒരാളുടെ പേര് ഞാൻ പറയാം. അത് സവർക്കർ എന്നാണ്. സവർക്കർ യുക്തിവാദിയായിരുന്ന ഒരാൾ. അദ്ദേഹം നിരീശ്വരവാദിയായിരുന്നു. അദ്ദേഹത്തിന് ഈ പറയുന്ന മറ്റേ മതാത്മക വീക്ഷണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വലിയ മതബോധമുള്ള ഒരാളുടെ പേരായിരുന്നു ഗാന്ധി എന്നത്. വലിയ മതബോധമുള്ള ഒരാളുടെ പേരായിരുന്നു ശ്രീനാരായണ ഗുരു എന്നത്. അതുകൊണ്ട് നിങ്ങൾ മതം എന്ന് പറയുന്നത് ഒലയ്ക്ക പോലെ നിൽക്കണ ഒരു സാധനമാണെന്നും അതെടുത്ത് കളയലാണ് ആദ്യത്തെ പണിയെന്നുള്ള മട്ടിലുള്ള ഒരു തരത്തിലുള്ള എസൻഷ്യലിസ്റ്റായ സത്താവാദപരമായ ഒട്ടുമേ വൈരുദ്ധ്യാത്മകമോ ചരിത്രപരമോ അല്ലാത്ത ഒരു വീക്ഷണം മതത്തെ കുറിച്ച് വച്ചു പുലർത്തിക്കൂടാ. മതം എന്നത്, ഞാനതിൻ്റെ വിശാലാർത്ഥത്തിലേക്കും കടക്കുന്നില്ല, നിരവധിയായ ഘടകങ്ങൾ കൂടി കലർന്ന് പ്രവർത്തിക്കുന്ന ഒരു പ്രക്രിയയായിട്ട് മതത്തെ കാണണം. അതിൽ ദൈവശാസ്ത്രപരമായ അംശങ്ങളുണ്ട്, ആചാരാനുഷ്ഠാനങ്ങളുടെ തലങ്ങളുണ്ട്, പൗരോഹിത്യ രൂപങ്ങളുണ്ട്, മതസ്ഥാപനങ്ങളും ദേവാലയ രൂപങ്ങളുമുണ്ട്. അതിന് പുറത്തുള്ള ആധുനികമായ സ്ഥാപന സംവിധാനങ്ങളും ഉണ്ട്. മതം മുമ്പോട്ട് വയ്ക്കുന്ന നൈതിക മൂല്യങ്ങളും ഉണ്ട്. ഇവയൊക്കെ തമ്മിൽ കലരും. മതത്തിന് അതിനൊരു എത്തിക്കലായ പൊസിഷൻ എടുക്കാൻ പറ്റും. മതത്തിന് തിയോളജിക്കലായ അടിസ്ഥാനമുണ്ട്, മതത്തിന് റിച്വൽസ് ഉണ്ട്, മതത്തിന് ക്ലർജി പൗരോഹിത്യമുണ്ട്, മതത്തിന് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്യാരക്ടറുണ്ട്. ഇതിലേതെങ്കിലും ഒന്നിനെ പെറുക്കിയെടുത്തിട്ട് ഇത് മാത്രമാണ് മതം, ഇതിനോടാണ് യുദ്ധം എന്ന് പറഞ്ഞാൽ മതത്തിനൊന്നും സംഭവിക്കില്ല. മാത്രമല്ല, അങ്ങനെ ഒരു പ്രക്രിയയിൽ നിന്നൊരു ഘടകത്തെ അടർത്തിയെടുത്ത് അതിനെ ഫ്രീസ് ചെയ്ത് അതാണ് മതം എന്ന നിലയിൽ അതിനോട് സംവദിക്കാൻ ശ്രമിക്കുന്നതിൽ വാസ്തവത്തിൽ അർത്ഥമൊന്നുമില്ല. മതം ഒരു വലിയ സാമൂഹ്യ പ്രക്രിയയാണ്. ആ പ്രക്രിയക്കുള്ളിൽ കടന്നു കയറി അതിനെ സാമൂഹികമായ നവീകരണത്തിന് ഉതകുന്ന മട്ടിലാക്കി തീർക്കുക എന്നതാണ് നാം എപ്പോഴും മതത്തോട് പുലർത്തേണ്ട ഒരു കാര്യം. ആ വീക്ഷണങ്ങളാണ് നമുക്ക് സ്വീകാര്യമായ വീക്ഷണങ്ങൾ. പക്ഷെ ഇങ്ങനെ പറയുന്നതിനർത്ഥം മതത്തിൻ്റെ നൈതികമോ നവോത്ഥാനപരമോ ആയ ഉള്ളടക്കത്തിന് പകരം മതത്തിൻ്റെ ആചാരപരവും പൗരോഹിത്യപരവുമായ ഉള്ളടക്കത്തെ
നിരുപാധികമായി പിന്തുണയ്ക്കുന്ന ഒരു നിലപാടിലേക്ക് നാം പോകണം എന്നുമല്ല. മതത്തോടുള്ള വൈരുദ്ധ്യാത്മക സമീപനം എന്ന് പറഞ്ഞാൽ, മതത്തിൽ മാർക്സിസ്റ്റുകൾക്ക് ഒരു നിലയ്ക്ക് പിന്തുണയ്ക്കാൻ പറ്റുന്നത് എന്തായിരിക്കും? പിന്തുണയ്ക്കാൻ പറ്റുന്നത് അതിൻ്റെ എത്തിക്കൽ കോറെന്ന് അവർ കരുതുന്ന ചില മൂല്യങ്ങളായിരിക്കും. ഇപ്പോൾ നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നല്ലോ, മാർപ്പാപ്പ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രധാനപ്പെട്ട ഉദ്ബോധനം അദ്ദേഹം സ്ഥാനമേറ്റ് 2013 തൊട്ട് പിന്നാലെ എഴുതിയ ഒരു അപ്പോസ്തലിക ഉദ്ബോധനത്തിൻ്റെ പേര് തന്നെ ഗോസ്പൽ ഓഫ് ജോയ് എന്നാണ്, ആനന്ദത്തിൻ്റെ സുവിശേഷം. അതിലൊരു സ്ഥലത്ത് അദ്ദേഹം പറയുന്നൊരു വാക്യമുണ്ട്, കയറിക്കിടക്കാൻ വീടില്ലാത്തതുകൊണ്ട് തെരുവോരത്ത് ഒരു വൃദ്ധനായ മനുഷ്യൻ കിടന്ന് തണുത്ത് മരവിച്ച് മരിക്കുന്നത് വാർത്തയല്ലാതാവുകയും ഓഹരി കമ്പോളത്തിൽ 100 പോയിൻ്റ് കൂടുകയോ കുറയുകയോ ചെയ്യുന്നത് വാർത്തയാവുകയും ചെയ്യുന്നതിനേക്കാൾ വലിയ ഹിംസ മറ്റെന്താ? എന്താണ് ഹിംസ? എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ദൗ ഷാൾ നോട്ട് കിൽ, കൊല്ലരുത് എന്ന് നമ്മൾ ഒറ്റ തിരിഞ്ഞ മനുഷ്യരോട് മാത്രം പറഞ്ഞാൽ പോരാ, നിങ്ങൾക്ക് വ്യവസ്ഥകളോടും പറയാൻ പറ്റണം. ഈ വ്യവസ്ഥയോട് പറയാൻ പറ്റണമെന്നത് വാസ്തവത്തിൽ പുള്ളി മാർക്സിസം പഠിച്ചിട്ട് പറയണതല്ല, ക്രിസ്ത്യാനിറ്റിയുടെ മൂല്യത്തിൽ നിന്ന് തന്നെ പറയണതാണ്. അമേരിക്കൻ മാഗസിനുമായിട്ട് നടത്തിയ ഇൻ്റർവ്യൂവിൽ മാർപ്പാപ്പയോട് ചോദിക്കുന്നുണ്ട്, താങ്കൾ കമ്മ്യൂണിസ്റ്റാണെന്ന് എതിരാളികൾ ധാരാളമായിട്ട് വിമർശിക്കുന്നുണ്ട്, എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചു. അപ്പോൾ മാർപ്പാപ്പ മറുപടി പറഞ്ഞത്, വേദപുസ്തകത്തെ സാമൂഹ്യശാസ്ത്രപരമായ അടിസ്ഥാനത്തിൽ മാത്രം വിലയിരുത്തിയാൽ ഞാനും ഒരു കമ്മ്യൂണിസ്റ്റാണ്, ക്രിസ്തുവും കമ്മ്യൂണിസ്റ്റാണ്. പക്ഷെ അവിടെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രിക്കോഷൻ ഉണ്ട്, സാമൂഹ്യശാസ്ത്രപരം മാത്രമായ അടിസ്ഥാനത്തിൽ. വേദപുസ്തകം സാമൂഹ്യശാസ്ത്രപരം മാത്രമായി പരിഗണിക്കാൻ പറ്റില്ലല്ലോ അദ്ദേഹത്തെ സംബന്ധിച്ച്. പിന്നാലെ അദ്ദേഹം പറഞ്ഞൊരു വാക്യം എന്താണെന്ന് വെച്ചാൽ, വാസ്തവത്തിൽ ഞങ്ങളുടെ ചില മൂല്യങ്ങളെ കമ്മ്യൂണിസ്റ്റുകാർ എടുക്കുകയാണ് ചെയ്തത്. അത് പറയുന്നുണ്ട്, ഞങ്ങളുടെ ചില മൂല്യങ്ങളെ കമ്മ്യൂണിസ്റ്റുകാർ എടുക്കുകയാണ് ചെയ്തത്. എംഗൽസ് ഇത് പണ്ട് പറയുന്നുണ്ട് കേട്ടോ, ആദിമ ക്രിസ്തു മതവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒരുപോലെയാണ് എന്ന് എംഗൽസ് പറയുന്നത്. മാർപ്പാപ്പ അത് വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ, പക്ഷേ മാർപ്പാപ്പ പറയുന്ന ഈ വാക്യം അവിടെ നിന്ന് പുറപ്പെടുന്നുണ്ട്. കാരണം അടിസ്ഥാനപരമായി സ്നേഹം എന്ന് പറയുന്ന മൂല്യത്തെ സാർവത്രികമായ നിരുപാധികമായൊരു സാമൂഹ്യ വിമർശനോപാധിയാക്കാം. സ്നേഹരഹിതമായൊരു സമൂഹത്തെ വിമർശിക്കുന്നതിനുള്ള പ്രേരണയായിട്ട് സ്നേഹത്തെ മാറ്റാം. ഇപ്പോൾ 2025 മലയാള ഭാവനയെ പൊളിച്ചു പണിത പാവങ്ങളുടെ ശതാബ്ദി വർഷമാണ്. പാവങ്ങൾ അവസാനിക്കുമ്പോൾ ജീൻവാൽജിൻ കൊസത്ത് എന്ന് പറയുന്ന ആ പെൺകുട്ടിക്കും മരിയൂസ് എന്ന് പറയുന്ന വിപ്ലവകാരിക്കും നൽകുന്ന അവസാന സന്ദേശം ഇങ്ങനൊരു വാക്യമാണ്. അത് കഴിഞ്ഞ് 5-6 വാക്യം കഴിയുമ്പോൾ ആ നോവൽ അവസാനിക്കും. ജീൻവാൽജിൻ പറയുന്നത്, ഓൾവേസ് ലവ് ഈച്ച് അതർ, the only thing that matters in this world is love. എപ്പോഴും അന്യോന്യം സ്നേഹിക്കണം. ഈ ലോകത്ത് പരിഗണനീയമായ ഒറ്റ കാര്യമേ ഉള്ളൂ, അത് സ്നേഹമാണ്. കെ ദാമോദരൻ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. കുട്ടികൃഷ്ണമാരാർ ജീൻവാൽജീനെ പോലെ ഒരു നീച കഥാപാത്രത്തിൽ ക്രിസ്തു സദൃശ്യമായ സ്നേഹം ജനിപ്പിക്കാൻ കഴിഞ്ഞ യൂഗോയിൻ്റെ മഹത്വത്തെക്കുറിച്ച് എഴുതുന്നുണ്ട്. അതിനെ വിമർശിച്ചുകൊണ്ട് ദാമോദരൻ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജീൻവാൽജീൻ്റെ സ്നേഹം വ്യക്തിപരല്ല, ജീൻവാൽജീൻ്റെ സ്നേഹം എന്ന് പറയുന്നത് സാമൂഹികമായ. ജീൻവാൽജീൻ സ്നേഹം എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വകാര്യ മണ്ഡലത്തിൽ നിങ്ങൾ മറ്റൊരാളോട് പുലർത്തുന്ന ബന്ധം എന്ന നിലയിലല്ല, മറിച്ചൊരു വ്യവസ്ഥയെ അഴിച്ചു പണിയാൻ, ഒരു വ്യവസ്ഥയെ പൊളിക്കാൻ, ഒരു വ്യവസ്ഥയ്ക്കെതിരെ സമരം ചെയ്യാൻ മനുഷ്യരെ പ്രേരിപ്പിക്കുന്ന അടിസ്ഥാനപരമായൊരു വിപ്ലവബോധമായിട്ടാണ് ജീൻവാൽജീനിൽ സ്നേഹം നിലനിൽക്കുന്നത് എന്ന് ദാമോദരൻ അതേക്കുറിച്ചുള്ള പഠനത്തിൽ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, അതുകൊണ്ട് മതങ്ങളെ സംബന്ധിച്ചൊരു പൊസിഷൻ എടുക്കുന്ന സമയത്ത് മതങ്ങളുടെ നൈതികമായ അതിൻ്റെ മൂല്യങ്ങൾക്ക് വേണ്ടി നിലനിൽക്കാൻ മതങ്ങളോട് തന്നെ ആവശ്യപ്പെടുകയും ആചാരപരവും പൗരോഹിത്യപരവും സ്ഥാപനപരവുമൊക്കെയായ അതിൻ്റെ മൂല്യങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള മതയാഥാസ്ഥിതികത്വത്തിൻ്റെ ശ്രമങ്ങളോട് നാം നിരന്തരമായി സംവദിക്കുകയും അതിനെ വിമർശിക്കുകയും മറികടക്കുകയും വേണം. ഈ വൈരുദ്ധ്യാത്മക നിലപാട് അവിടെ ആവശ്യമാണ്. അതുകൊണ്ട് ഒരു ഭാഗത്ത് ഭൂതകാലത്തെക്കുറിച്ചുള്ള ധാരണയിലും മറുഭാഗത്ത് മതത്തോടുള്ള വൈരുദ്ധ്യാത്മക വീക്ഷണത്തിലും
വളരെ അടിസ്ഥാനപരമായ അടിയുറപ്പുണ്ടാക്കി കേരളീയ സാമൂഹ്യ ജീവിതത്തിൽ ഇടപെടാനും കേരളീയ സാമൂഹ്യ ജീവിതത്തെ മതനിരപേക്ഷതയുടെ വളരെ ഓജസ്സുറ്റ ഒരു മണ്ഡലമാക്കി മാറ്റാനുമുള്ള വിപുലമായ ശ്രമങ്ങൾ നാം ഏറ്റെടുക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ EMS ഒക്കെ ഉയർത്തിക്കൊണ്ടുവന്ന, അല്ലെങ്കിൽ കേരളീയ നവോത്ഥാനവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കേരളത്തിലെ ഇടതുപക്ഷ പ്രവർത്തകരും ഒക്കെ രൂപപ്പെടുത്തിയെടുത്ത അതിവിപുലമായ ഒരു മതനിരപേക്ഷ ഭാവനയെ തുടർന്ന് മുമ്പോട്ട് കൊണ്ടുപോകാൻ ഇത് അനിവാര്യമായി തീർന്ന ഒരു ഘട്ടത്തിലാണ് നാം എത്തി നിൽക്കുന്നത് എന്ന് സൂചിപ്പിക്കാനേ ഞാൻ മുതിരുന്നുള്ളൂ. നിങ്ങൾക്ക് നമസ്കാരം.